അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ട സഹോദരങ്ങളാണെങ്കിൽ ദൈവമക്കളും അവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവരുടെ കുട്ടികളെയൊക്കെ ഓർക്കുക. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്തോത്രം. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കുറിവാക്യം വീണ്ടും വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആഭാരവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ പ്രയോജനമുണ്ടാവും. വരാത്തവരുടെ ശ്രദ്ധയ്ക്ക് എന്താ പറഞ്ഞ എന്നുള്ളത് ഇവിടെ റെക്കോർഡ് ചെയ്തവർ കാണും. വാങ്ങി ഒരു പ്രാവശ്യങ്ങളും കേൾക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. സഹോദരം, വലിയ ചിന്തകളൊന്നുമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് മാത്രമാണ്. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആർക്ക് ന്യായവിധിയില്ല, ആർക്ക് ന്യായവിധിയില്ല. ആർക്കാ ഇല്ലാത്തത്? നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിവില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ന്യായവിധി ഇല്ല. 2, ഇപ്പോൾ ക്രിസ്തുയേശുവിനകത്തുള്ളവർക്ക്, അവർ ജീവിച്ചിരുന്നാലും ക്രിസ്തുയേശുവിൻ്റെ അകത്തിരിക്കണം, മരിച്ചാലും ക്രിസ്തുവിൽ മരിക്കണം. അവർക്ക് ഈ ന്യായവിധിയില്ല. വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ അവർ വരത്തില്ല. ഒന്നുകൂടെ ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിന് എത്ര കോടതിയുണ്ട്? 3 കോടതിയുണ്ട്. മൂന്നിലേതെങ്കിലും ഒരു കോടതിയിൽ എല്ലാവരും വന്നേ മതിയാവൂ, നിന്നേ മതിയാവൂ. 3 കോടതിയിലും വിധിക്കുന്നത് ഒരേ ജഡ്ജിയാണ്. 3 കോടതിയിലും സാക്ഷികളുണ്ട്. 3 കോടതിയിലും കൊണ്ടുവരുന്ന നിയമ പുസ്തകം 1, ബാക്കി പുസ്തകം 4. ഇതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവം തന്ന കൃപയ്ക്ക് തക്കവണ്ണം തിരുവചനത്തിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞു. ഇനി ആർക്ക് ന്യായവിധി ഉണ്ട്? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 47-48 വാക്യങ്ങൾ. ആർക്ക് ന്യായവിധി ഉണ്ട്? എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. കേട്ടോ, യേശു പറഞ്ഞതാ. എന്റെ വചനം ഇപ്പോഴും കേട്ട് എന്റെ വചനം അനുസരിക്കാത്തവനെ, എന്റെ വചനത്തിന്റെ മുമ്പിൽ ഏൽപ്പിക്കാത്തവനെ, എന്റെ വചനം ഏറ്റെടുക്കാത്തവനെ ഇപ്പോൾ ഞാൻ വിധിക്കുന്നില്ല. സ്തോത്രം. സത്യം പറഞ്ഞ അതൊക്കെയാണ് നമുക്കൊരു ആശ്വാസം, അല്ലേ? നമ്മൾ എസ്കേപ്പായിട്ട് പോവുകയാണ്, അല്ലേ? പക്ഷെ ഇവിടത്തെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ ഇപ്പോൾ തന്നെ നിയമം ലംഘിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ എന്തുണ്ട്? അതുകൊണ്ടാണ് നിങ്ങൾ പേടിച്ച് അതിരാവിലെ ഓടുന്ന ഓട്ടവും പെടുന്ന പാടുമൊക്കെ ഞാൻ കാണുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഇവിടത്തെ നിയമത്തെ ലംഘിക്കാൻ നമുക്ക് പറ്റത്തില്ല. ലംഘിച്ചാൽ ശിക്ഷയും ഉടനെയാണ്. പക്ഷെ യേശു പറഞ്ഞത് കേട്ടോ, ഇപ്പോൾ ഞാൻ വിധിക്കുന്നില്ല. ദൈവത്തിന്റെ കരുണ നമുക്കൊരു വലിയ ആശ്വാസം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത ഭാഗം വായിച്ചു.
ലോകത്തെ വിധിപ്പാനല്ല, ഇപ്പോൾ ഞാൻ ലോകത്തെ വിധിക്കുവാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്തിന് വന്നിരിക്കുന്ന അടുത്ത് എന്റെ വചനം കൈക്കൊള്ളാതെ എന്റെ വചനം കൈക്കൊള്ളാതെ ശ്രദ്ധിച്ച് കേൾക്കണോ ഭാഗങ്ങൾ. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ, എന്തോ ഇപ്പൊ അടുത്ത് വായിച്ചത് എന്തുവാ? എന്നെ തള്ളിക്കളയുന്നു. അപ്പൊ ഒരുത്തം വചനം ഏറ്റെടുത്തില്ലെങ്കിൽ, വചനത്തിന് വിധേയപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വിചാരിക്കും സാരമില്ല, അല്ലെങ്കിൽ ചിലപ്പോ പ്രസംഗത്തെ ഉപദേശത്തോടായിരിക്കും നമ്മുടെ ലക്ഷ്യം. കണ്ടില്ലയോ ഒരു കയറി പറഞ്ഞു ഓത്രം ശ്രദ്ധിച്ച് ദൈവവചനം വായിച്ച് പഠിക്കണം. എന്റെ വചനം കേൾക്കാതെ, എന്റെ വചനം ഏറ്റെടുക്കാതെ ഇരുന്നാൽ ആരെ തള്ളുകയാണ്? വചനമായവനെ തള്ളുകയാണ്. തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളയുന്നതിനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ന്യായം വിധിക്കുന്നവൻ ഉണ്ട്, ഉണ്ട്. ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. അടുത്ത് ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അതല്പം കെട്ടില്ല. ഏത്? ഈ കേൾക്കുന്ന വചനം, ഈ കയ്യിലിരിക്കുന്ന വചനം, ഈ വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ഇന്നാരമില്ല, മുഖപക്ഷം ഇല്ല, നീതിയായി വിധിക്കുന്നവൻ. അതുകൊണ്ട് സ്നേഹത്തിന്റെ ആത്മാവിൽ ദൈവജനമായി നിങ്ങളെ ഞാൻ ഓർമ്മിക്കുന്നു. നമ്മൾ ഇറങ്ങിത്തിരിച്ചതിന്റെ ലക്ഷ്യം വലുതാണ്. നമ്മുടെ സൗകര്യത്തിന് ജീവിച്ച് ഒടുവിൽ ലക്ഷ്യം നഷ്ടപ്പെടുവാനിടയാകരുത്. നമ്മുടെ സൗകര്യങ്ങൾ പറഞ്ഞാൽ ദൈവം അംഗീകരിക്കുകയില്ല. മറക്കരുത്. ഒരു കൊച്ചു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. പൗലോസും ശീലാസും ഇപ്പോൾ എവിടെയാണ്? ജയിലില്, കാരാഗ്രഹത്തിൽ. എന്തൊക്കെയോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു? കാല്, കയ്യ്. ആകെ കൂടെ ഉള്ള സ്വാതന്ത്ര്യം എതിരേ ഉള്ളൂ? നാവിന് മാത്രമേ ഉള്ളൂ. ഞാനും നിങ്ങളുമാണെങ്കിൽ എന്ത് ചെയ്യും? കർത്താവേ, ഈ സ്ഥിതിക്ക് ഒരു മാറ്റം തരണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, എനിക്ക് ആഴ്ചയിൽ 2 ദിവസം അവധി തരണം, ഉള്ള ഡ്യൂട്ടി എല്ലാം ഡേ ഡ്യൂട്ടി ആയിരിക്കണം, വലിയ കഷ്ടപ്പാടില്ലാതെ, നട്ടല്ലൊന്നും പൊട്ടാതെ, നിന്ന് കാല് നീര് കയറാതെ, സ്വത്രം പ്രയാസമൊക്കെ ഒഴിവാക്കി ലൈറ്റായിട്ടൊക്കെ ജോലി തന്നാൽ ഞാൻ വൈകിട്ട് കൂട്ടായ്മയ്ക്ക് പോകാം. പിന്നെ എന്റെ വീട്ടിലെയും കഠിനമേറിയ ജോലിയൊന്നും ഉണ്ടാകരുത്, എല്ലാം സിമ്പിളാക്കണം. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി തരുമെങ്കിൽ ഞാൻ വൈകിട്ട് അങ്ങോട്ട് വന്നു തരാം, അല്ലേ? പൗലോസും ശീലാസും അങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? അവര് കൈ നിലങ്ങില്, കാല് ആമത്തിന് ഞടുവൊക്കെ. ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ കിടക്കാം, ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ കിടക്കാം. ഒന്നും നടക്കില്ല. ആമോ എന്ന് പറയുന്നത് മനസ്സിലായോ? ഇതുപോലത്തെ ഒരു ഇടുക്കിനകത്ത് കാല് കയറ്റിയിട്ട് മേലേന്ന് പല വേഗം താഴോട്ട് ഇറക്കി വെക്കും. അനക്കാനൊക്കില്ല. ഇവിടെ മാത്രം ഫ്രീ ആയിരിക്കും, ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാം. അവിടെ ഇരുന്നും കൊണ്ട് അവര് നാവ് കൊണ്ട് പാടി കുതിച്ചു, ആരാധിച്ചു. പിന്നീടുള്ള സ്ഥിതി നമുക്കറിയാം. വിടുതൽ നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ വിടുതൽ കിട്ടിയതിന് ശേഷമല്ല ആരാധിച്ചത്. പിന്നെ ആരാധിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത്? വിടുതൽ സംഭവിച്ചത്. നമ്മുടെ പ്രാർത്ഥന വിളിച്ചാണ്, കർത്താവേ വിടുതലാ, സൗകര്യങ്ങളതാ, സാവകാശങ്ങളതാ. എന്താ ഞാൻ അങ്ങോട്ട് ആരാധിച്ചു തരാം. ദൈവം പറയുന്നു, നിന്റെ ആരാധന എനിക്ക് വേണ്ട. നിനക്കുള്ള സൗകര്യം, നീ ഇരിക്കുന്ന സാഹചര്യത്തിൽ, നിനക്കുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ, അതിന്റെ നടുവിൽ നീ എന്നെ ആരാധിക്കുമെങ്കിൽ ഞാൻ നിന്റെ ആരാധന സ്വീകരിക്കാം. പോരാ, ആ വിഷയത്തിന്റെ മേൽ ഞാൻ നിനക്ക് വിടുതലും തരാം. എത്ര വർഷം മനസ്സിലായി? മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചു കൊള്ളണം, ആരാധിച്ചു കൊള്ളണം, പഠിക്കണം. അപ്പോൾ ആർക്കാണ് ന്യായവിധി?
വചനം കൈക്കൊള്ളാതെ കൈക്കൊള്ളാതെ തള്ളിക്കളയുന്നവർ. മനസ്സിലാകുന്നല്ലോ? ചിലരുടെയൊക്കെ വിചാരം നമ്മൾ രക്ഷയോട് സ്നാനപ്പെട്ടു, ദൈവം നമ്മളെല്ലാവരും എവിടെ പോകും? സ്വർഗത്തില് പോകും. പിന്നെ ന്യായവിധി നരകമൊക്കെ ആർക്കാണ്? പള്ളിയിൽ പോകാത്തവർക്ക്, പ്രാർത്ഥിക്കാത്തവർക്ക്, സ്നാനപ്പെടാത്തവർക്ക്. സ്തോത്രം സ്തോത്രം. ബാക്കിയൊക്കെ നിങ്ങളുടെ ചിന്ത എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ചിന്തിക്കണം ചിന്തിക്കണം. സ്തോത്രം. രണ്ടാമത് ന്യായവിധി ആർക്കാണ്? എബ്രായർക്കെതിരെ ലേഖനം 10-ാം അധ്യായം 26-ാം വചനം. എബ്രായർ 10:26. സ്തോത്രം. സത്യത്തിന് പരിജ്ഞാനം ലഭിച്ച ശേഷം, ബാക്കി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, കേൾക്കണേ, സത്യത്തിന്റെ പരിജ്ഞാനം കിട്ടി, എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ എന്ന അറിവ് കിട്ടി, എങ്ങനെ ജീവിക്കണമെന്നുള്ള വിവരം കിട്ടി, എങ്ങനെ ദൈവത്തെ സേവിക്കണമെന്നുള്ള നിയമം കിട്ടി. മറന്നു പോകാതിരിക്കാൻ അതിനെ റെക്കോർഡാക്കി കയ്യിൽ തന്നിട്ടുണ്ട്. ഇനി ആർക്കും അറിഞ്ഞുകൂടാ, കേട്ടില്ല, പിന്നെ ചിലർ മറന്നുപോയി, ശ്രദ്ധിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചു, കിട്ടി. അടുത്ത് വായിക്കും. ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, പിന്നെ ഇതെല്ലാം അറിഞ്ഞിട്ട് ചെയ്യുന്ന തെറ്റുകൾ, നിയമത്തിന് വിരോധമായി ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്ന പാപമാണ്? കള്ളം പറഞ്ഞോളെന്ന് നമുക്കറിയാം, പറഞ്ഞു. പ്രാർത്ഥിക്കാതെ ഉറങ്ങിക്കൂടെന്ന് നമുക്കറിയാം, പ്രാർത്ഥിക്കാതെ ഉറങ്ങി. പ്രാർത്ഥനയിൽ ഉറങ്ങിക്കൂടെന്ന് നമുക്കറിയാം, പ്രാർത്ഥനയിൽ ഉറങ്ങി. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ആരാധന മുടക്കരുതെന്ന് നമുക്കറിയാം, ആരാധനയും മുടക്കി. സ്തോത്രം. കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണമെന്ന് നമുക്കറിയാം, കൃത്യം തെറ്റിച്ചപ്പോൾ എന്തുവായി? അതിർത്തിയായി. കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ചെയ്യുന്ന തെറ്റുകൾ, അതിന്റെ പേരെന്തുവാ? മനഃപൂർവം പാപം. മനസ്സിലാകുന്നു? മനസ്സിലാകുന്നു. നിങ്ങൾ പിള്ളേരെ തല്ലുമ്പോൾ തന്നെ കള്ളം പറയാൻ നിങ്ങൾ എന്തോ പറഞ്ഞേ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ളം പറയേണ്ടെന്ന്. അങ്ങനെയല്ലേ കൊടുത്ത് നിങ്ങൾ? അപ്പോഴും നിങ്ങളുടെ പിള്ളേരുടെ നേരെ അവരെ കാര്യം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിച്ചതിന് ശേഷം അവര് തെറ്റ് ചെയ്താൽ ഇങ്ങനെ പിടിച്ചടിക്കാനാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ആരാ? മക്കളല്ലേ? മനഃപൂർവം പാപം ചെയ്താൽ അടുത്ത് പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കാതെ, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പരീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ സ്നേഹത്തിന്റെ ആത്മാവിൽ ദൈവസഭയോട്, ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആത്മീയ വിഷയങ്ങളിൽ ഉഴക്കി, ദൈവിക വിഷയങ്ങളിൽ നിങ്ങളുടെ സൗകര്യത്തിന് അതിനെ ഒപ്പിച്ച് മുമ്പോട്ട് പോയാൽ ഒടുവിലത്തെ സ്ഥിതി ഭീകരമാണ്, രക്ഷപ്പെടാൻ മാർഗമില്ല. അതുകൊണ്ട് ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമ്പോൾ ദൈവസന്നിധിയില് ക്രമപ്പെടേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുവാൻ മനസ്സ് വെക്കുക. മത്സരിക്കുകയല്ലേ വേണ്ടത്, മനസ്സ് വെക്കുക. വീഴ്ചയുടെ ഭാഗങ്ങൾ മനസ്സിലാക്കുക, അനുദപിക്കേണ്ട ഭാഗങ്ങൾ അനുദപിക്കുക, തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തുക. സ്തോത്രം സ്തോത്രം. ഇല്ലെങ്കിൽ എന്തെന്നാ വായിച്ചേ? ന്യായവിധിയും എതിരുകളെ
ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വന്ന വഴി ഞാൻ എഴുതിക്കൊണ്ട് വന്നതല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വസ്തുവാണ്. കുഴപ്പമില്ല. അപ്പോൾ ആർക്ക് ന്യായീയുള്ളത് മനസ്സിലായല്ലോ. ശരി, ദൈവമക്കളെ ശ്രദ്ധിക്കാം. ന്യായവിധി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നിത്യ നരകമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, പാതാളം നരകമല്ല, എന്നാൽ പാതാളവും വേദനയുടെ സ്ഥലമാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു പുള്ളിയെ പിടിച്ചാൽ പുള്ളിയെ കൊണ്ട് ആദ്യം വെക്കുന്ന റിമാൻഡിലാണ്. അവന്റെ വിധിക്ക് ശേഷമാണ് അവനെ എവിടെ അയക്കുന്നത്? പ്രധാനപ്പെട്ട ജയിലിൽ അയക്കുന്നത്. അതുപോലെ ഇന്നലെ ഞാനത് അല്പമായിട്ട് സൂചിപ്പിച്ചു, അത്രയ്ക്കൊക്കെ സമയമുള്ളൂ. ഓക്കെ, അതുപോലെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് നിത്യ നരകാഗ്നിയിലേക്കാണ്. ഒരു കാര്യം ഓർത്തോടെ, നരകവും നിത്യമാണ്. സ്വർഗം നിത്യമായിരിക്കുന്നത് പോലെ നരകവും നിത്യമാണ്. ഒന്ന് രണ്ട് വാക്യം ആ നിത്യത ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാം. സ്തോത്രം. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വചനം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 10-ാം വചനം. വായിക്കും. അത് തന്നെ, സുവിശേഷം, ഈ സുവിശേഷം അനുസരിക്കാത്തവർ ആ പദങ്ങളൊക്കെ ഗൗരവത്തിൽ വായിക്കണം. പലവരും ഗൗരവമായി ചിന്തിക്കണം. കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ട് അകന്ന് പദം പിടികിട്ടിയല്ലോ. നിത്യ നാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കണ്ടല്ലോ, നിത്യ നാശം. ഈ വാക്കിന്റെ ഗൗരവം പിടികിട്ടുമോ? അതിനൊക്കെ നമ്മുടെ ഇവിടുത്തെ ആയുഷ്കാലം 70 ഏറെ ആയാൽ, ഇല്ലെങ്കിൽ 2 കൂടെ കൂട്ടിക്കാം, 70, 150, അതിന് കൂടുതൽ. എന്തായാലും നമ്മളത്രയും ബോധ ലക്ഷണമൊന്നുമില്ല, ആരും ബോധിക്കൊന്നും വേണ്ട. സ്വന്തം ഹല്ലേലൂയ. പരമാവധി എത്ര പ്രതീക്ഷിക്കാം? 150, അതിനപ്പുറം കൂടുതൽ. മറ്റേതേതാ വായിച്ച പദം? നിത്യം. ഈ നിത്യത്തിന്റെ മുമ്പിൽ ശ്രദ്ധിക്കൂ, ഈ നിത്യത്തിന്റെ മുമ്പിൽ ഇത് ഒന്നുമല്ല. ഏത്? 150. മനസ്സിലാകുന്നു? മനസ്സിലാകുന്നോ? നിത്യത്തിന്റെ മുമ്പിൽ ഈ 150 വർഷം ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ദിവസം പോലും ആകുന്നില്ലെന്നേ. ദൈവത്തിന്റെ ഒരു ദിവസം നമ്മുടെ എത്ര? 1000 വർഷം. ദൈവത്തിന്റെ ഒരു ദിവസം നമ്മുടെ 1000 വർഷം. അതിന്റെ ദൈവത്തിന് ഞൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം ആ നിത്യത വെച്ച് കണക്കാക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ 150 വർഷത്തെ കഷ്ടം ഞൊടി നേരത്തേക്കുള്ളൂ. ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കണം. നിത്യനാശം എന്ന ശിക്ഷാവിധി. അപ്പോൾ നിത്യത, നിത്യനാശം, നിത്യജീവൻ, നിത്യനാശം. സ്തോത്രം. ഇനിയും മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാം വചനം വായിക്കും. നിത്യാഗ്നി. മനസ്സിലായല്ലോ? എന്തോ അഗ്നി? നിത്യാഗ്നി. ഒരു ദിവസമല്ല, ഒരു വർഷത്തെ അല്ല, 1000 വർഷമല്ല, 1 കോടി വർഷമല്ല. നിത്യാഗ്നി.
മനുഷ്യൻ നിത്യനാണ്. ഇങ്ങോട്ട് നോക്ക്, മനുഷ്യൻ ആരാ? നിത്യനാണ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് ഒരു സെക്കൻഡ് നന്നായിട്ട് നോക്ക്. നമ്മുടെ ഇവിടത്തെ ജീവിതം താൽക്കാലികമാണ്, ജീവൻ നിത്യമാണ്. മനസ്സിലാകുന്നോ? ജീവിതം താൽക്കാലികം. അതിനാണ് നമ്മൾ ഈ ജീവിതം പറയുന്നത്. ജീവൻ അല്ലെങ്കിൽ ആത്മാവ്, നമ്മുടെ അകത്തൊരു സാധനം ദൈവം വെച്ചിട്ടുണ്ട്, നിത്യതയുള്ള ആത്മാവ്. വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് കൂടി ഇനി വരാം. സഭാപുരുഷങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. മൃഗത്തിനും പറവജാതിക്കും ഇഴജാതിക്കും ഇല്ലാത്തതാണ് ഇത്. അതുകൊണ്ടാണ് മനുഷ്യരോട് നമ്മൾ പ്രസംഗിക്കുന്നത്. സഭാപ്രസംഗം 3:11. അവൻ സകലം അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത അടുത്ത നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. നിത്യത മനുഷ്യന്റെ, അപ്പൊ ഇതിനകത്ത് നിത്യത ഇരിക്കുക. അപ്പൊ യഥാർത്ഥ മനുഷ്യൻ ഇതിനകത്തിരിക്കുന്ന മനുഷ്യനാണ്. നിങ്ങൾ ഈ കാണുന്ന രൂപമല്ല യഥാർത്ഥ മനുഷ്യൻ. ഉദാഹരണം, ഞാൻ DCC ആകുമ്പോൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുഴഞ്ഞ് ഇവിടെ മരിച്ചെന്ന് വെച്ചു, നിങ്ങൾ എന്തോ പറയും? ഒരു ഉപദേശം പ്രസംഗിക്കാൻ നമ്മൾ മരിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കാണുന്ന സാധനമൊക്കെ ഇവിടെ ഉണ്ട്. ഈ തലയുണ്ട്, ഈ മൂക്കും നാക്കും കയ്യും കാലും എല്ലാം ഇവിടെ ഇല്ലേ? പിന്നെ ഏതാ DCC ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞ മരിച്ചത്? നിങ്ങൾ പറഞ്ഞ മരിച്ചതിന്റെ ഏതാ? നിങ്ങൾ കാണാത്തത്. അപ്പൊ യഥാർത്ഥ മനുഷ്യനെ ആരും കണ്ടിട്ടില്ല. നമ്മൾ കാണുന്നതല്ല ഈ കൂട്. ഈ കൂടിൽ നിന്ന് യഥാർത്ഥ മനുഷ്യൻ പുറത്തിറങ്ങുന്ന സമയമാണ് മരണം. പിന്നെ ഈ കൂടിന് വേണ്ടിയാണ് നമ്മുടെ ഇവിടുത്തെ തകർത്ത പരിപാടി. ഈ കൂടിന്റെ വരെയെന്നുള്ള പിന്നെ ഒരു ബഹുമാനവും ഇല്ല. ഉദാഹരണം, ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു, പിന്നെ എന്റെ ബോഡിയൊക്കെ എടുത്തോണ്ട് പോകുന്ന ഒരു പോക്ക് കാണണം. അന്നേരം DCC ആകുമ്പോഴാണ് പതുക്കെ കൊണ്ടുപോകണം. അങ്ങനത്തെ നോവുന്നതിനോട് പറയും, പാവം പാസ്റ്റർ എന്താ പറയുന്നതിന്? ബോഡി 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 ബോഡി. നിങ്ങൾക്ക് കാര്യം അറിയാല്ലേ? ഓക്കെ, ഈ ബോഡിക്ക് വേണ്ടിയുള്ള നമ്മുടെ ബുദ്ധി മറിയ വേണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ അതിന് ആ വെയിറ്റേ കൊടുക്കാവൂ. ബോഡിയല്ല യഥാർത്ഥ മനുഷ്യൻ. നിത്യത, ആ പദം മനസ്സിലായോ? നിത്യത മനുഷ്യന്റെ അകത്ത് വെച്ചിരിക്കുന്നു. ആ നിത്യത ഉള്ള ജീവന് വേണ്ടി നമ്മുടെ കിടന്ന് പെടുന്ന പാട് മുഴുവനും ജീവിതത്തിന് വേണ്ടിയാണ്. ജീവന് വേണ്ടി അല്ല, ജീവന് വേണ്ടിയുള്ള നമ്മുടെ വല്ലോ കാര്യങ്ങളാണ് ഈ ചെലവഴിക്കുന്നത്. ഇതാണ് ജീവന് വേണ്ടിയുള്ള കാര്യങ്ങൾ. കേട്ടോ കേട്ടോ, ബാക്കിയെല്ലാം ജീവിതത്തിന് വേണ്ടിയാണ്. കേട്ടോ. സ്തോത്രം സ്തോത്രം. മത്തായി സുവിശേഷം 25:46 41 വായിച്ചത് നിത്യാഗ്നി. അടുത്തത് അയ്യോ അത് 46 വായിക്കും. 46 നിത്യ മതി. 41 എന്ത് വായിച്ചു? നിത്യാഗ്നി. തെസ്സലോനിക്കയിൽ എന്ത് വായിച്ചു? വായിച്ചു പക്ഷെ അത് പോയില്ല. 15 രൂപയുടെ ഇൻക്രിമെന്റ് ആയിട്ട് കൂടുന്ന കാര്യമാണ്. എന്തൊരു ഓർമ്മ! അതൊന്നും വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ഇതിപ്പോ കേട്ട് പോയി. കാരണം നമ്മൾ വാദിക്കുന്ന വിഷയമാണ് അല്ലേ? എന്തോ തെസ്സലോനിക്കയിൽ വായിച്ചത് നിത്യനാശം. ഇവിടെ ഇപ്പൊ എന്തോ വായിച്ചു? നിത്യ. പദങ്ങൾ മനസ്സിലാകുന്നോ? നിത്യനാശം, നിത്യ അഗ്നി, നിത്യ ദണ്ഡനം.
തീർന്നില്ല. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 10-ാം വചനം. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 10-ാം വചനം. അവരെ വഞ്ചിച്ച പിശാചിനെ ആ, മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഞാൻ ഇന്നലെ പറഞ്ഞു, നരകം സൃഷ്ടിച്ചിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. അത് സ്വതന്ത്രം മൃഗത്തെയും കള്ളപ്രവാചകനെയും ജീവനോട് മുക്കിയെടുത്ത് അതിനകത്തിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ക്രിസ്തുവിനോട് അവരവിടെ പോവും. അവര് നിമിത്തം വഞ്ചിക്കപ്പെട്ട സകല ആളുകളും വഞ്ചിക്കപ്പെട്ട സകല ആളുകളും വഞ്ചിതരാകരുതേ, വഞ്ചിതരാകരുതേ, വഞ്ചിതരാകരുതേ. വഞ്ചിക്കപ്പെട്ട സകല ആളുകളും അവിടെ ചൊല്ലും. അവിടെ അവിടെ അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. എന്തോ വായിച്ചേ, എന്തോ വായിച്ചേ. അവർ എന്നേക്കും എന്ന് പറയുമ്പോഴ് സൂത്രൻ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണോ? രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണോ? ആണോ? പിന്നെ എന്നേക്കും. അപ്പൊ ചിലര് വിചാരിക്കും ഇടയ്ക്ക് സോദര ബാക്കെൻഡും വീക്കിലി ഹാഫും ടൈമും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അടുത്തത് കൂടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? രാപ്പകൽ. രാത്രി വർക്കിന്റെ അല്ല, പകല് ഡ്യൂട്ടിയും രാത്രി ഉറക്കവുമല്ല. വല്ലതും മനസ്സിലാകുന്നു? ഡേ ഡ്യൂട്ടിയും നൈറ്റ് ഉറക്കവും അല്ല, അല്ലെ നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഉറക്കവും അല്ല. പകൽ ദണ്ഡനം. ഈ സാധാരണ ശിക്ഷയ്ക്ക് ദണ്ഡനം എന്ന് പറയുമോ? ഇല്ല. സാധാരണ ശിക്ഷയല്ലെന്ന് ഓർത്തിരിക്കണം. ശരി, ഇത്രയും കാര്യം നിങ്ങളുടെ അറിവ് നിൽക്കട്ടെ. നിത്യം നരകം നിത്യമാണ്. സ്വർഗം നിത്യമായിരിക്കുന്നത് പോലെ നരകവും നിത്യമാണ്. ഇനി നിങ്ങൾ മടങ്ങി വരാം. ചിലരുടെ ഒരു ചിന്ത, പള്ളി പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരാരും നരകത്തിൽ പോകില്ല. ഈ വകുപ്പിൽ പെടാത്തവരാണ് നരകത്തിൽ പോകുന്നൊരു വിചാരമുണ്ട്. അത് തിരുത്താൻ വേണ്ടിയാണ് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. സഹോദരം, ആർക്കും അത് സംഭവിക്കരുത്. ചിന്താഗതി തിരുത്തേണ്ട ഭാഗങ്ങൾ തിരുത്തണം. നരകം എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥലമാണെന്ന് വിചാരിക്കരുത്. ജയിലെന്ന് പറയുന്നത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി വല്ലപ്പോഴും സുവിശേഷം പറയുന്ന ആളാണ്. ജയിലാണ്. പക്ഷേ എല്ലാ കുറ്റവാളികൾക്കും ഒരേ സെല്ലല്ല. ഓരോരുത്തരുടെയും കുറ്റകൃത്യത്തിന്റെ വെയിറ്റ് അനുസരിച്ച് വെവ്വേറെ സെല്ലുകളാണ്. കഠിന ദണ്ഡനമുള്ള ചില സെല്ലുകളുണ്ട്, നോർമലി സെല്ലുകളുമുണ്ട്. മനസ്സിലാകുന്നോ? അല്ലെങ്കിൽ ഇതിൽ പോയി നോക്കണം. ഒരു വിഷം വാങ്ങിച്ചാൽ നോക്കുമ്പോ സ്വതന്ത്രം. അതുപോലെയാണ് നരകവും. നരകത്തിൽ ഒരു 6-7 സെല്ല് ഞാനൊന്ന് വിവരിക്കാം. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. വചനത്തിൽ നരകത്തിലെ 6 സെല്ലുകൾ. ഒന്ന്, ശരിക്ക് പുഴുവും കൃമിയുമുള്ള ഒരു സെല്ല് അവിടെയുണ്ട് നരകത്തിൽ. യെശയ്യാവിന്റെ പ്രവചനം 14-ാം അധ്യായം 11-ാമത്തെ വചനം. യെശയ്യാവ് 14:11. പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. കീഴിൽ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായി. ഇത് നരകത്തിലെ ഒരു സെല്ലാണ്. മുഴുവൻ കൃമിയുമുള്ള സെല്ല്. കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. നമുക്ക് നല്ല മെത്തയൊക്കെ വേണമല്ലോ. അത് വേണം കേട്ടോ, ആവശ്യമാണ്. പിന്നെ ചിലരോടൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട് അവിടെ കിടക്കുന്നത്, അവിടെ കിടന്നുള്ളതാണ് പറയുന്നത്. നരകത്തിൽ ഇങ്ങനെ ഒരു സെല്ലുണ്ട്.
ഇവിടെ നല്ല ആഡംബര ഗ്രീസ് എല്ലാവർക്കും അറിയാമോ? നല്ല ആഡംബരത്തിൽ ജീവിക്കുന്നവരാ. സുഖവാസ അന്തരീക്ഷത്തിൽ സുഖലോലുടന്മാരായി ജീവിക്കുന്ന ആളുകൾക്ക് നരകത്തിൽ ചെന്നാലും നല്ല മൃദുലമായ സോഫ്റ്റായ സംവിധാനം വേണമല്ലോ അവർക്ക്. അതുകൊണ്ട് അവരുടെ കീഴെ കിടക്കാൻ ഒരു മെത്ത കൊണ്ടു അതേതാ പുഴുക്കൾ. അപ്പൊ പുഴുക്കൾ കൊണ്ട് അട്ടിയിട്ട എത്ര ഡള്ളപ്പ് മെത്തേഡ് വേണമോ അത്രയുമുള്ള മെത്തേഡിലുള്ള നല്ല കുഷൻ സംവിധാനത്തിലെ പുഴുക്കൾ. ഈ പുഴുക്കൾ കൊണ്ട് ദേഹം നിറഞ്ഞിരിക്കും. ഈ കൈയൊന്ന് അനക്കിയാൽ ലക്ഷക്കണക്കിന് പുഴുക്കൾ അങ്ങ് താഴോട്ട് വരും. കാരണം ഇതെല്ലാം അള്ളി പിടിച്ചിരിക്കുകയാണ്. മൂക്കിനകത്ത് അകത്തോട്ട് കയറാൻ പുഴുക്കളുടെ ബന്ധപ്പാട്, അകത്തുള്ളവർക്ക് പുറത്തു വരാനുള്ള ബന്ധപ്പാട്. നമ്മുടെയൊക്കെ വിചാരം ഈ മൂക്കൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയൊക്കെ വച്ചിരിക്കുന്നത്. പിന്നെ എന്തെല്ലാം മിനുക്ക് പണിയൊക്കെ ചെയ്താൽ മിനുക്കിയൊക്കെ വച്ചിരിക്കുന്നത്. പ്ലീസുലോ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് ഏതാ കയറുന്നേ? പുഴുക്കൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയുള്ള ബന്ധപ്പാട് വന്നു. കൈയൊന്നും എടുക്കാൻ വിചാരിച്ചാൽ അതിനകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പുഴുക്കൾ അതിങ്ങനെ കയറി വരും. വാനക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റുമോ? അകത്തോട്ട് കയറാൻ പുഴുക്കളുടെ പ്രാണം, അകത്തുള്ളത് ഇങ്ങോട്ട് ചാടാനുള്ള പ്രാണം. ചെവിക്കകത്തും അതുപോലെ തന്നെ, കണ്ണിനകത്തും അതുപോലെ തന്നെ. മൊത്തം മനുഷ്യരൊരു കൂനയായിരിക്കും, വൈക്കോൽ കൂനയായിരിക്കും. നേരെ പുതയ്ക്കാൻ ഒരു പുതപ്പ് കിട്ടും, അത് കൃമി കൊണ്ടുണ്ടാക്കിയതാണ്. മനസ്സിലായോ? ബ്ലാങ്കറ്റ് എന്ന് പറയും. കൃമിയാൽ ഉണ്ടാക്കപ്പെട്ട ഇതാണ്. ഇത് എത്ര ദിവസത്തേക്ക്? തണുപ്പ് സീസൺ വരുമ്പോഴാണ്. ചിലരിയായിരിക്കും തണുപ്പിനാണെങ്കിൽ കൊള്ളാം, ഇത്തിരി നല്ല ബ്ലാങ്കറ്റും പരിപാടിയുണ്ട്. തണുപ്പിനല്ല കേട്ടോ. ആ സെല്ലിൽ പോകുന്നവർക്ക് നിത്യം മതി തന്നെ. ആരാ അവിടെ ചെല്ലുന്നതെന്ന് പറഞ്ഞേ? ആഡംബരത്തിൽ ജീവിച്ച വലിയ പാവമൊന്നും ഒരു ചെയ്തില്ല. ആരെയും ദ്രോഹിക്കാൻ പോയില്ല, കൊല ചെയ്യാൻ പോയില്ല, ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാക്കിയില്ല. സോദരം വചന വ്യവസ്ഥയിൽ ജീവിക്കാതെ വ്യവസ്ഥ തെറ്റി തങ്ങൾക്ക് ഇഷ്ടമുള്ള ജഡത്തിന് ഇഷ്ടമുള്ള ആഡംബരത്തിൽ ജീവിച്ചു. സോദരം അതുകൊണ്ട് ലോകത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമുള്ളതൊക്കെ വേണം, ആഡംബരമെല്ലാം വേണമെന്നുള്ളത് മറ്റുള്ളവരെ നോക്കി അവരെ പോലെ നമ്മൾ ആകരുതേ. ആവശ്യമുള്ളതൊക്കെ വേണം. എസെക്കിയേലിന്റെ പ്രവചനം 7-ാം വാക്യം. ചിലർ ഇന്നത്തെ ആഡംബര ജീവിതം താല്പര്യപ്പെട്ടിട്ടാണ് ആത്മീയ ജീവിതത്തിലേക്ക് വരാത്തത്. ആഭരണങ്ങളുടെ ഭംഗി ദമ്പത്തിനായി പ്രയോഗിച്ചു. അടുത്ത അതുകൊണ്ട് ശരി. ഈ ആഭരണ ധാരണം പലപ്പോഴും ഒരു ഉപദേശം എന്ന നിലയിൽ എന്റെ നേരെ വരുന്ന പലപ്പോഴും ഉള്ള പലരുടെയും സംശയമാണ്. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, ആവണം ധരിക്കുന്ന ഉറക്കത്തിൽ പോവില്ലയോ? അത് ഞാൻ എന്റെ വിഷയമല്ല. ഈ പുസ്തകം പറയുന്നത് ആഭരണ ധാരണം ആഡംബരത്തിന് വേണ്ടിയുള്ളത്. ആയിട്ട് കേട്ടല്ലോ, ആഭരണങ്ങളുടെ ഭംഗി അവരത് എന്തിനായി പ്രയോഗിച്ചു? ഡംബത്തിനായി, ആഡംബരത്തിനായി പ്രയോഗിച്ചു. നമ്മുടെ ബുദ്ധിയിലൊന്ന് ചിന്തിക്കാം. എനിക്ക് ആവണം ധരിക്കുന്നതിനോട് ഒരു വിരോധമല്ല കേട്ടോ. എന്റെ പൈസക്കല്ല അവർ ധരിക്കുന്നു, അവരടിക്കുന്നുണ്ട്, എനിക്കൊരു നഷ്ടമുണ്ട്. അതുകൊണ്ട് കുറെ കൂടെ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, നമുക്ക് എല്ലാത്തിനും ഒരു പർപ്പസ് വേണം. പർപ്പസ് കേട്ടോന്നോ? ഉദ്ദേശം. ഞാനിപ്പോ ഒരു ഉടുപ്പിട്ടിരിക്കുന്നു, അതിനൊരു ഉദ്ദേശമുണ്ട്. ഞാനൊരു കണ്ണാടി പോച്ചിരിക്കുകയാണ്, അതിനൊരു പർപ്പസുണ്ട്. ഒരു പേരയ്ക്ക് ഒരു പർപ്പസ് ഉണ്ട്. ഷൂ ഇട്ടാൽ പർപ്പസ് ഉണ്ട്, അതിനൊരു ഉദ്ദേശമുണ്ട്, അതിനൊരു ഉപയോഗമുണ്ട്. ആഭരണത്തിന്റെ ഉപയോഗം എന്താണ്?
ഒരാളെന്നോട് പറഞ്ഞ ഭാഷ അത്യാവശ്യം വരുമ്പോൾ പടയം വയ്ക്കണം. അതിന് നമ്മുടെ ചെവിയിൽ തന്നെ വയ്ക്കണോ? അത് കൂട്ടി വെച്ചു. ചിലര് പറയുന്നത് ഞാൻ ആരെയും കാണിക്കാനല്ല ഭാഷ ഇട്ടിരിക്കുന്നത്. എന്നാ പിന്നെ നീ ഉറങ്ങുമ്പോൾ ഇട്ടുകൊണ്ട് കേടാ എഴുതിപ്പിടങ്ങ് പോയി. ബാക്കി നിങ്ങളുടെ ചിന്തയ്ക്കെന്ന് വിടുകയാണ്. സഹോദരം, ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരോടും ഒരു വിരോധമില്ല, എനിക്കൊരു നഷ്ടമില്ല. ആളുകൾ ധരിക്കുന്നവരോട് നഷ്ടമില്ല, ധരിക്കാത്തവരോട് പ്രത്യേകതയില്ല. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു അതിന്റെ ഭംഗി എന്തിനാ? ദമ്പത്തിനെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഞാൻ അത് മാത്രമേ പറയുന്നു. ഇനി ഇങ്ങനെയുള്ള ചില ആഡംബര ജീവിതം ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തവരെന്തനുസരിക്കില്ല? വചനം അനുസരിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വചനാനുസരണത്തിൽ പോകുന്ന കൂട്ടായ്മയിലും അവർ പോകില്ല. അഥവാ കൂട്ടായ്മയിൽ ആദ്യം ചെന്നുവിട്ടാൽ അവിടെ നിന്ന് ഊരി അവർ ഇതൊക്കെ ഇട്ടുകൊണ്ട് ലാവിഷായിട്ട് ജീവിക്കുന്ന ആഡംബര കൂട്ടായ്മകളിലോട്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? കാരണം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണം. നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചതുമായി സ്തോത്രം. ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ, ഇങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന കൂട്ടായ്മകളിലേക്ക് പോകാതെയും ആത്മീയരായി ജീവിക്കാതെയും ഒഴിഞ്ഞു പോകുന്നവരുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു പോകുന്നവർ പിന്നെ ചെല്ലുന്നിടം മറ്റടമാണ്. അപ്പോൾ ഇതൊക്കെ മായ എന്ന് കണ്ടിട്ട് ശ്രദ്ധിച്ച് കേട്ടണം. മായ എന്ന് കണ്ടിട്ട് ഇത് അല്പകാലത്തേക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട്, നിത്യതയാണ് വലുതെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനോട് വെറുപ്പ് തോന്നിയിട്ട് സാഹചര്യങ്ങളാൽ നിർബന്ധമായി ഉപേക്ഷിക്കുന്നതല്ല, മനസ്സിൽ നിന്നേ പോകണം. ചിലര് മീശ ഇവിടെ നിന്ന് എടുക്കും, അകത്തൊന്നും പോകില്ല. അയ്യോ, എടുത്ത് കളഞ്ഞ പെണ്ണിനെ പോലെ ഇരിക്കുന്നുണ്ടോ മോനെ. ആളുകളൊക്കെ പറയുന്ന ഒരു മാതിരി മാത്രം. ഓ, മറ്റേ മാലയൊക്കെ ഉണ്ടായിരുന്നപ്പോ എങ്ങനെയുണ്ട്, പക്ഷെ മാലയിട്ടുണ്ട് എന്നാ കർത്തൃമേ ശരിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു വെച്ചിരിക്കുകയാണ്. പക്ഷെ അകത്തിരിപ്പുണ്ട് ഇപ്പോഴും മാല. അങ്ങനെയുള്ളവരൊന്നും സ്വന്തത്തിൽ പോകില്ല കേട്ടാ. പോണതെല്ലാം അകത്തന്നേ പോണം. പുറമെ ആളുകളെ കാണിക്കാൻ വേണ്ടി മാറ്റിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, അകത്തൊന്നു പോകും. മനസ്സിലാകുന്നോ? അങ്ങനെ ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിൽ ചെന്നവർ അവരെ കൂടെയുള്ള പലരും അവിടെ ചെന്നില്ല. അപ്പൊ അവരങ്ങോട്ട് ഇങ്ങോട്ടും നോക്കും കേട്ടോ. എന്റെ കൂടെ അവിടെ വന്നില്ലല്ലേ, എല്ലാവരും വന്നില്ല. അവരെവിടെ പോയി? അവർ നല്ല കയ്യടിയായിരുന്നല്ലേ, സ്പ്രിംഗിങ് മേൽ നിന്നായിരുന്നു ആരാധന. ആ പാർട്ടി എത്തിയില്ല. അപ്പൊ ഒരു സംശയം, എവിടെ അവര്? അപ്പച്ചനൊക്കെ അറിയാലോ. അപ്പച്ചൻ പറയും വാ വാ കാണിച്ചു തരാം. അവരെ ആ വായിക്കും. യശയ്യാവിന്റെ പ്രവചനം 66-ാം അധ്യായം 24-ാം വാക്യം. സ്വത്രം യശയ്യാവ് 66-24. അവര് ആര്? സ്വർഗത്തിൽ ചെന്നവര് പുറപ്പെട്ട് ചെന്ന് ക്രമമില്ലാതെ ജീവിച്ചതാണ് അതിക്രമം. ജീവിതത്തിൽ എന്തില്ല? ഡിസിപ്ലിൻ ഇല്ല. കേട്ടോ, ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എന്തുണ്ട്? സ്കൂളിൽ പോകാൻ ഡിസിപ്ലിൻ ഉണ്ട്, ഓഫീസിൽ പോകാൻ ഡിസിപ്ലിൻ ഉണ്ട്, അവിടെ പോയി ജോലി ചെയ്യുന്ന ഡിസിപ്ലിൻ ഉണ്ട്. എന്ത് ഊർജ്ജസ്വലരായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മോ കിട്ടും. ആരാധനയ്ക്ക് വരുമ്പോൾ ലേറ്റായിട്ട് വന്നാൽ മതി, ഒന്ന് വായി നോക്കി ഇരുന്നാൽ മതി, കോട്ട് വായൊക്കെ അടിച്ചിരുന്നാൽ മതി. സോദരൻ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ഇവിടെ റെഡി മൊമ്മനൊന്നും കൊടുക്കാറില്ലല്ലോ. സോദര, ഈ ക്രമം തെറ്റിക്കുന്നവർക്ക് ഇവിടെ പണിഷ്മെന്റ് ഒന്നുമില്ല. മറ്റേ ക്രമം തെറ്റിച്ചാൽ കിട്ടും. സോദരം. അപ്പൊ ദൈവം പറഞ്ഞ കേട്ടോ, എന്നോട് അതിക്രമം ചെയ്തവരെ അയ്യോ, അതിക്രമം ചെയ്തവരുടെ എന്തോ നോക്കും. ഓ,
ശവമായിട്ട് അവിടെ കിടക്കുന്നു. അതേസമയം ദൈവമക്കള് ദൈവരാജ്യത്തിൽ എങ്ങനെ ഇരിക്കും? ശവമായിട്ടായിരിക്കുന്നേ. ഇവിടെ ഉണങ്ങി വലിഞ്ഞ് ചുളുങ്ങി അല്ലാണ്ടൊക്കെ ഇരിക്കും. അവിടെ ചില മാന പോലെ ഇരിക്കും. ആരെ പോലെ ഇരിക്കും? യേശുവിനെ പോലെ ഇരിക്കും, ദൂതനെ പോലെ. യേശു എങ്ങനെയുണ്ട്? ആയിരങ്ങളിൽ സുന്ദരൻ, അത് 10,000 എങ്ങനെ ഇരിക്കും? നമ്മൾ അതുപോലെ ഇരിക്കാൻ പോകുന്നത്. മറ്റവര് ശവങ്ങളായിട്ട് കേട്ടോ? ആ ശവങ്ങളെ നോക്കും. അപ്പൊ കറക്റ്റായില്ല, ഞാൻ പറഞ്ഞ ശരിയെന്നല്ല. അപ്പോഴാണ് ഈ കൂട്ടത്തിൽ നിന്ന് മാറി ശരിയായി പോയത്. എന്റെ ദൈവമേ, എനിക്ക് രക്ഷപ്പെടാൻ ഭാഗ്യം കിട്ടിയില്ല. അന്ന് ഞാനും എവിടെ കൂടെ പോയെങ്കിൽ അപ്പോഴേ ഇതിന്റെ ഗൗരവം പിടികിട്ട് കേട്ടാ. അതുകൊണ്ട് ഇപ്പോഴിത് തലയ്ക്ക് പിടിക്കണമെന്ന് സ്നേഹമായിട്ട് കാര്യം മനസ്സിലായവർ മാത്രം ഒരു അലലിയ പറഞ്ഞു. അപ്പോ ഒന്നാമത്തെ സെല്ലാണ്. രണ്ടാമത്തെ സെല്ല് തീ കൊണ്ട് ഉപ്പിടുന്ന സെല്ല്. ഈ ഒന്നാമത്തെ സെല്ല് 1-2 റൂമൊന്നും അല്ല കേട്ടാ. ഇവിടത്തെ ഫിഷ് മാർക്കറ്റ് അറിയാല്ലേ, വെജിറ്റബിൾ മാർക്കറ്റ്. സൗദി അറേബ്യയുടെ ജിദ്ദയ്ക്ക് അത്രയും ഉണ്ടാക്കി ലോകം മുഴുവനുമുള്ള ആളുകൾക്ക് വേണ്ടി നരകത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെല്ല് എങ്ങനെ ഇരിക്കും? സ്വർഗം തന്നെ എത്ര ഭയങ്കരമായിരിക്കും. പറ്റുമെങ്കിൽ നാളെ കുറെ ഇങ്ങനെ പറയാം. സമയം പോരെ കേട്ടോ, മണിക്കൂർ വേണം പഠിക്കാൻ. സ്തോത്രം. ശരി, മണിക്കൂര തീ കൊണ്ട് ഉപ്പിടുന്ന ശരി വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 42-ാം വചനം ആദ്യം വായിക്കുന്നു. വിശ്വസിക്കുന്ന ഈ ചെറിയൊരു ഒരുത്തനെ ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് ഏറെ നല്ലത്. ഇനി അതിന്റെ 48-49. അവിടെ അവരുടെ പുഴു ചാവുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. അവിടെ ചെല്ലുന്നവരെല്ലാം തീ കൊണ്ട് ഉപ്പിടും. തീ കൊണ്ട് ഉപ്പിടുന്ന സ്ഥലം. ഉപ്പിലിട് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഉപ്പിലിട് അറിയാമല്ലേ? പണ്ട് കാലത്തൊക്കെ ഈ കുഴി ഉപ്പനിടുന്ന ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിനെയൊക്കെ താഴെയറ്റത്ത് ആഴത്തിലൊരു കുഴി ഉണ്ടാക്കി അവിടെ ഉപ്പിടും. അതിൻ്റെ പുറത്ത് മീനിനെ വാരി അടുക്കും. അതിൻ്റെ പുറത്ത് പിന്നെയും ഉപ്പിടും, പിന്നെയും മീനെടുക്കും, പിന്നെയും ഉപ്പിടും. ഇപ്പോഴത് ഐസിൽ അങ്ങനെ ഇടാറുണ്ട്, ഐസ് വയ്ക്കാം. അതുപോലെ മുട്ടയെ കട്ടിയിടുന്ന കണ്ടിട്ടുണ്ടല്ലോ. ഒരട്ടി വെച്ച് അതിൻ്റെ മീരെ വെച്ച് അതിൻ്റെ മീരെ വെച്ച് അതിൻ്റെ മീരെ വെച്ച് ഇങ്ങനെ അട്ടിയായിട്ട് വയ്ക്കും. അതുപോലെ നരകത്തിൽ പോകുന്ന ആളുകളെ എല്ലാവരെയും അല്ല, ഇതിൻ്റെ പ്രത്യേക വകുപ്പുണ്ട്. ഇവരാരെന്നറിയാമോ? സ്വതന്ത്രം. ആത്മീയരുടെ ഇടയിൽ, ആത്മീയ കൂട്ടായ്മയുടെ ഇടയിൽ ആത്മീയ കൂട്ടായ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നു. സുഗമമായി പോകുന്ന കൂട്ടായ്മയ്ക്കകത്ത് ഒരു വാക്ക് മതി ആ അന്തരീക്ഷം നഷ്ടപ്പെടാൻ. ഒരാളിന്റെ പ്രവൃത്തി മതി. ഈ ആത്മീയ കൂട്ടായ്മയുടെ അകത്ത്, സമാധാനമായി പോകുന്ന കൂട്ടായ്മയുടെ അകത്ത്, വീട്ടിനകത്ത് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഇടർച്ച ഉണ്ടാക്കി സ്വൈരം നശിപ്പിച്ച് സ്വസ്ഥത നശിപ്പിച്ച് ആകെ കൂടെ നമ്മുടെ ഭാഷയെ പറഞ്ഞ അങ്ങ് നരകമാക്കുന്ന പാർട്ടികൾ. അവർക്കതൊരു സുഖമാണ്. അവർക്കതൊരു സുഖം. അവരും ആത്മീയരാണ്, അവർ കൈയടിക്കുന്നവരാണ്, അവരും ഗ്ലോറി പറയുന്നവരാണ്, ഇവരും അന്യായ ഭാഷ പറയുന്നവരാണ്. അന്യഭാഷയല്ല, പക്ഷെ ഇവര് വാ പൊളിച്ചാൽ എന്തെങ്കിലും ഒരു വിഷമേ ഉണ്ടാകും, ഗുണം വരും. ഇങ്ങനെയുള്ള പാർട്ടികൾക്കാണ് ഈ ഉപ്പിലിടൽ പരിപാടി. എന്തുകൊണ്ടാണ് ഉപ്പിടുന്നേ? അതൊന്നും ശ്രദ്ധിക്കണേ. എന്നെ നമ്മുടെ വിചാരം ഗുണപ്പെടാത്തവരാണ് ഈ സെല്ലത്തില്ല. ആത്മീയ കൂട്ടായ്മയ്ക്കകത്തും ആത്മീയരുടെ ഇടയിലും സ്വതന്ത്രം ആത്മീയന് ചേരാത്ത
അനാത്മീയമായ പ്രവൃത്തിയും ശബ്ദവും ഉണ്ടാക്കി ആത്മീയ സ്വസ്ഥത നശിപ്പിക്കുന്നവർ. സോദരം നോക്ക്, ഒരു തീപ്പലക എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടുത്തെ കറണ്ട് പിടിപ്പിക്കുന്ന സാധാരണ പലകയല്ല. സ്വത്രം ആയിരക്കണക്കിന് വോൾട്ടുള്ള തീ പോലെ ഇരിക്കുന്ന പലക. ആ തീപ്പലക എടുത്ത് വെച്ചു. അതിന്റെ പുറത്ത് ഒരു മത്തായിയെ പിടിച്ച് കിടത്തി. കിടത്തുമ്പോൾ തന്നെ ഒന്നൊരു വീണം ഉണ്ടാകും. തീപ്പലകയോ അവനെ പിടിച്ച് മലത്തി കിടത്തി. അനങ്ങാൻ പറ്റുമോ? തീപ്പലകയോ. അതിന്റെ പുറത്ത് അടുത്ത തീപ്പലക വെച്ചു. മുട്ടയാക്കി ഇടുമ്പോൾ, മീനൊക്കെ ഐസിനകത്ത് ഇടുമ്പോൾ അടിക്കടിക്ക് വെക്കുന്നുണ്ടില്ലേ? അടുത്തൊരു ചാക്കോച്ചനെ പിടിച്ച് കിടത്തി. അതെല്ലാം അവിടെ നരകകിങ്കരന്മാരുണ്ട്, നരകത്തിലെ പട്ടാളം. അവരുടെ കയ്യിൽ കുരടുകളും സംവിധാനങ്ങളുമുണ്ട്. അതൊക്കെ കൊണ്ട് അവരാ ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്യും. അനങ്ങാൻ പറ്റില്ല. അടുത്ത പാർട്ടി പിടിച്ച് കിടത്തും. ഇങ്ങനെ അട്ടിയിട്ട് വയ്ക്കും. തീ കൊണ്ട് കുറെ മത്തായിമാരും കുറെ ചാക്കോച്ചന്മാരും മറിയമ്മമാരും ക്രിസ്തോത്രം പിന്നെ ഗുണപ്പെടാത്ത മറ്റേ ആളുകൾ എല്ലാവരും ഇതിനകത്തുണ്ട്. പിന്നെ അട്ടിയാക്കി തീ കൊണ്ടും മനസ്സിലാകുന്ന വല്ലതും. ഇതൊരു സെല്ല്. ഇനി അടുത്ത സെല്ല് സ്വത്രം പല്ലുകടിയും കരച്ചിലുമുള്ള സെല്ല്. അതാണ് സുവിശേഷം 24-ാം അധ്യായം 45-ാം വചനം. 24-45. ദാസനാ ദൈവം ആക്കി വെച്ച ദാസന്മാരും ദാസികളും ഒക്കെ ഉണ്ട്. ഓരോരുത്തരെയും ദൈവം ദൈവസഭയിലും പ്രദേശത്തിലും ദൈവം ഓരോ ചുമതലകൾ കൊടുത്ത് ഡ്യൂട്ടികൾ കൊടുത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ചിലർക്ക് കൃപാവരങ്ങൾ ദൈവം കൊടുക്കും, ചിലർക്ക് ചില അധികാരങ്ങൾ ദൈവം കൊടുക്കും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചിലർക്ക് ചില അധികാരം, സഭയിലായാലും അധികാരമുള്ളവരും ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ചിലർക്ക് ഈ കൃപകളും വരങ്ങളും ദൈവം കൊടുക്കും. പ്രാർത്ഥിക്കാനുള്ള കൃപ, ശുശ്രൂഷ ചെയ്യാനുള്ളവർ, ദൈവസഭയ്ക്കകത്ത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, പായിടാൻ, ഓട് തൂത്തുവാരാൻ. ഇതൊക്കെ കൂടെ അധികമില്ല, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട്. സ്വതന്ത്രം ഇങ്ങനെ തുടങ്ങി ചിലക്ക് രണ്ടുപേരെ കൂടെ വണ്ടിയിൽ അവരുടെ വണ്ടിയിൽ കൂടെ എടുത്തുകൊണ്ട് വരുന്ന ശുശ്രൂഷ. ഒരാളൊരു പ്രശ്നത്തിലായി അവരെ ചെന്ന് കണ്ടൊന്ന് ആശ്വസിപ്പിച്ച് പറ്റുവയ്ക്കലൊക്കെ ചായകളുള്ള വകയും കൂടെ കൊടുക്കുന്ന ആ ശുശ്രൂഷ. ഓരോരുത്തർക്കും ദൈവം ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ട്. മനസ്സിലായോ? ചിലർക്ക് പിന്നെ ഒന്നുമില്ലാത്ത പോലെയാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വരും, അങ്ങനെയാണ്. എല്ലാവർക്കും തന്നിട്ടുണ്ട് എന്തെങ്കിലും. മനസ്സിലായോ? അത് ദുർവിനിയോഗം ചെയ്യരുത്. കൃത്യമായിട്ടത് ചെയ്തില്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സെല്ലാണ് ഏത്? പല്ലുകടിയും കരച്ചിലുമുള്ള സെല്ല്. കേട്ടോ? പിന്നെ ഗുണപ്പെടാത്തവരൊക്കെ അവിടെ പോകും. അത് വയ്ക്കോട്ടെ, നമുക്കത് വിഷയമല്ലല്ലോ. ഗുണപ്പെടാത്തവരൊക്കെ വയ്ക്കോട്ടെ. യോസഫ് പേരെല്ലാം തെല്ല് പോകും. ഹല്ലേലൂയ. ഇനി എന്റെ 49-ാം വാക്യം. കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരോടുകൂടെ തിന്നു കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ ഇത്തിരി അധികാരം വല്ലതും കിട്ടുകയാണെങ്കിൽ പലരെയൊക്കെ നോക്കി വരട്ടുന്നവരുണ്ട്. ചിലര് പല്ല് കടിച്ച് തന്നെ വരട്ടുന്നവരുണ്ട്, പല്ല് കടിച്ച് വരട്ടുന്നവരുണ്ട്, ചുണ്ട് കടിച്ച് വരട്ടുന്നവരുണ്ട്, ബാക്കിയൊക്കെ അറിയാമല്ലോ, കണ്ണുരുട്ടി വരട്ടുന്നവരുണ്ട്. അങ്ങനെ കൂട്ടുദാസന്മാർക്കും കൂട്ടുവിശ്വാസികൾക്കും സ്വതന്ത്രം മറ്റുള്ളവർക്കും ഒക്കെ വിരട്ട് ശുശ്രൂഷ നടത്തി സ്വതന്ത്രം ഏൽപ്പിച്ചത് ചെയ്യാതെ അത് ദുർവിനിയോഗം ചെയ്താൽ അവർക്ക്
ദൈവം വെച്ചിരിക്കുന്ന നരകത്തിലെ അറയാണ് ഏത്? കരച്ചിലും സ്തോത്രം. അതുപോലെ തന്നെ ചിലർക്ക് ദൈവമല്ല കൃപകളുണ്ട്. ആ കൃപ ദൈവസഭയുടെ വളർച്ചയ്ക്ക്, മറ്റുള്ളവരുടെ ആശ്വാസത്തിനും പ്രയോജനത്തിനും ഉപയോഗിക്കാതെ സ്വന്തം നേട്ടത്തിനും അവരവരുടെ കാര്യസാധ്യത്തിനും വേണ്ടി ഈ കൃപകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അവരവരുടെ ആവശ്യത്തിന് മറ്റുള്ളവരെ വേദനിപ്പിച്ച് ഭീഷണിപ്പെടുത്തി വിരട്ടി കാര്യങ്ങൾ നേടാൻ വേണ്ടി ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സ്വതന്ത്ര ദൈവം കൊടുത്ത കൃപകളെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അവരുടെയും കരച്ചിലും കല്ലിടും. ഞാൻ ചോദിക്കട്ടെ, എത്ര ദിവസത്തേക്കാണ്? അപ്പൊ പകൽ എത്ര മണിക്കൂർ ചെയ്താൽ മതി? ഷിഫ്റ്റ് ഡ്യൂട്ടിയാണോ? ആണോ? ഷിഫ്റ്റോ ഫുൾ ടൈമോ? 24 അവേഴ്സോ? 24 അവേഴ്സിൽ മണിക്കൂറിൽ 60 മിനിറ്റ് ചെയ്യണോ? വല്ലതും മനസ്സിലാകുന്നു? മൂന്നാമത്തെ ശല്യത, നമ്മുടെ ധാരണകളൊക്കെ മാറണം. നമ്മുടെ ധാരണ വേറെ ചില വിഷയങ്ങളാണ്. ബൈബിളിൽ നിന്നാണ് വായിച്ചു കേൾപ്പിച്ചത്. ചിന്തിക്കണം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിച്ച് ഒരു നല്ല തീരുമാനം ദൈവവും നിങ്ങളുമായിട്ട് എടുത്തിട്ട് വേണം ഇന്ന് രാത്രി കിടക്കാൻ. സ്വതന്ത്രം ഇന്ന് ഉറങ്ങിയില്ലെങ്കിലും വേണ്ടില്ല, ഇതിനെ ചിന്തിച്ച് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു ദിവസം ഉറങ്ങിയില്ലെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നിത്യ നരകത്തിൽ ഗരീഡിന് പോകേണ്ടി വന്നാൽ അവിടെ ഒരിക്കലെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? 1 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? ചിലർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഉറങ്ങാന്നാണ്. അറിയില്ല. അതുകൊണ്ട് ചിന്തിക്കണം. ചിന്തിച്ചാൽ മതി. നമ്മൾ ആരെയും വിധിക്കുന്നു വേണം. ചിന്തിച്ച അടുത്ത സെല്ലിലേക്ക് വരാം. അടുത്ത സെല്ല് കൈയും കാലും കെട്ടി ഇടുന്ന ഏറ്റവും പുറത്തുള്ള മത്തായി സുവിശേഷം 22-ാം അധ്യായം 13-ാം വചനം. മത്തായി 22:13. ഇവനെ കൈയും കാലം കെട്ടി വീട്ടിലേക്ക് തള്ളിക്കളവേ. കയ്യും കാലും കെട്ടി ഇടുന്ന ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. അപ്പൊ നരകത്തിൽ പൊതുവേ ഇരുട്ടാണെന്ന് അപ്പോൾ മനസ്സിലാക്കാം അല്ലേ? ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. ഞാനപ്പോഴും ആലോചിക്കുകയാണ്, ഈ ഏറ്റവും പുറത്തുള്ള ഇരുട്ടി കൊണ്ടുപോകണമെങ്കിൽ ശരിയായ വഴിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ 10 പേരന്ന് കാണുമായിരിക്കും അല്ലയോ? തള്ളിക്കൊണ്ട് പോകുന്ന പോക്ക് തള്ളിക്കളയാനല്ലേ വായിച്ചത്, അല്ലാതെ ചുമന്നുകൊണ്ട് പോകുന്നില്ല, ആദരിക്കത്തില്ല, തള്ളിക്കൊണ്ട് പോവുകയാണ്. കയ്യും കാലും കെട്ടിയിട്ടുണ്ട്. ഇതാരാ ഈ ഗ്രൂപ്പ്? ഒന്നുകിൽ കല്യാണ വസ്ത്രം ഇല്ലാത്തവൻ, അല്ലെങ്കിൽ വസ്ത്രം നഷ്ടപ്പെട്ടു. കേൾക്കുന്നുണ്ടോ? ഒന്നുകിൽ കല്യാണ വസ്ത്രം ഇല്ലാത്തവൻ ധരിച്ചില്ല, അല്ലെങ്കിൽ ധരിച്ച കല്യാണ വസ്ത്രം അവനെ നഷ്ടപ്പെട്ടു. ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക് ദൈവകൃപയിൽ വന്ന ദൈവം നമുക്ക് തന്ന വസ്ത്രം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു. എല്ലാവരും യജമാനന്റെ കല്യാണ സദ്യക്ക് കുഞ്ഞാടിന്റെ കാന്തയാകാനുള്ള കല്യാണ വസ്ത്രം ധരിച്ചിരിക്കണം. ധരിച്ചവർ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായം 10-ാം വചനം. 61-10. എന്റെ ഉള്ള എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും
മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? കുഞ്ഞാടിനെ കാന്തയാകാൻ വേണ്ടി രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ച് നീതിയുടെ അങ്കി ധരിപ്പിച്ചിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രം, നീതി പ്രവൃത്തിയുടെ വസ്ത്രം അഴുക്കാകാതെയും നഷ്ടപ്പെടാതെയും സൂക്ഷിച്ചോളാം. 2 കൊരിന്ത്യരുടെ ലേഖനം 11-ാം അധ്യായം 2-3 വാക്യം. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ ശ്രദ്ധിക്കണം. എന്തോ കന്യക? അവിടെ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. കന്യക എന്ന് പറഞ്ഞാൽ തന്നെ എന്തില്ലാത്തതാണ്? പാപം ഇല്ലാത്തതാണ്, കളങ്കം വരാത്തതാണ്, കളങ്കപ്പെടാത്തതാണ്. അത് പോരാ. ഇവിടെ എന്തോ നിർമ്മല കന്യക. സ്തോത്രം സ്തോത്രം സ്തോത്രം. കന്യകയല്ല, നിർമ്മല കന്യക. അടുത്ത വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്ത സർപ്പം ഉപായത്താൽ അഹോയെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പുറത്ത് വലിയ ഭക്ഷണം വന്നില്ലെങ്കിലും അകത്ത് പലർക്കും ഭക്ഷണം വരാറുണ്ട്. ഈ അകത്ത് ഭക്ഷണം തന്നെ ഞാൻ നോക്കിയേ. നമ്മുടെ ഈ വിശ്വാസത്തിൽ വന്ന കാലത്ത് ശരിയായ മാനസാന്തരം പ്രാപിച്ചു. ഞാൻ ഈ ശരിയായ മാനസാന്തരം എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്, പഴയ മനുഷ്യൻ മരിച്ച് പുതിയ മനുഷ്യൻ ജനിക്കുന്നതാണ് ഞാൻ പറഞ്ഞ മാനസാന്തരം. പഴയ മനുഷ്യൻ മരിച്ചു, പുതിയ മനുഷ്യൻ ജനിച്ചു, വീണ്ടും ജനനം. അതാണ് ശരിയായ മാനസാന്തരം. അന്ന് നമ്മൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് ദൈവത്തെ, ദൈവവചനത്തെ, ദൈവീക കാര്യങ്ങളെയൊക്കെ നമുക്ക് ഭയങ്കര ഭയമാണ്. അല്ലേ 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 അല്ലേ? ഭയങ്കര. എന്നാൽ കാലങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഭയം കൂടാനുള്ളതിന് പകരം കണ്ടും കേട്ടും മറ്റുള്ളവരെ കണ്ട് പഠിച്ചും മറ്റുള്ളവർ പലതും നമ്മോട് പറഞ്ഞും നമുക്കിപ്പോഴേ പണ്ടത്തെ ഭയവും ഭക്തിയൊന്നും എവിടെ ഇല്ല, ഉള്ളിലില്ല. പിന്നെ കാണുമ്പോഴൊക്കെയുള്ള ഹലോ പ്രീശല, ഹലോ പ്രീശല, ഹല്ലേലൂയ പ്രീശല. പിന്നെ വന്നു ഇരുന്നു, കണ്ണു മൂടി, അല്ലെ മൂടിയില്ല, കൈകൊട്ടി പ്രാർത്ഥിച്ചു പോയി. പണ്ടങ്ങനെയല്ല. ഭയം. ഇപ്പോൾ ഭയത്തിന് പകരം ഇതിനകത്ത് സർപ്പം ഉപായത്താൽ അവയെ ചതിച്ചതുപോലെ ദൈവത്തോടുള്ള ഏകാഗ്രതയും ബന്ധവും ഭയവും വിട്ടുമാറേണ്ടതിന് മനസ്സിനകത്ത് ആ പഴയ ആ ദൈവിക ബന്ധമില്ല, ദൈവഭയമില്ല. പിന്നെ വല്ലതും വചനമൊക്കെ കേൾക്കുമ്പോഴും പണ്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നത്, അയ്യോ ഇതെനിക്കുള്ള വചനമാണ്, ഇനി ഏറ്റെടുക്കും. ഇപ്പോഴാണെങ്കിൽ നമ്മളവരെ കണ്ടും കേട്ട് ഉറക്കെ കൂടെ പഠിച്ച്, അതുകൊണ്ട് എന്ത് ഇന്ന് അങ്ങനെ പറഞ്ഞത്, അയാൾ എന്നെ ഇട്ട് പാരകയറ്റിയത്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്താണെങ്കിൽ അത് എൻ്റെ ആ പ്രശ്നം, ആ കുഴപ്പം അറിയാവുന്നല്ല അവളുണ്ട്, അപ്പൊ അവള് പറഞ്ഞായി അതായിരിക്കും അങ്ങനെ കുറ്റി. അല്ലയോ, ഇതിനൊക്കെ നമ്മൾ ന്യായങ്ങൾ കണ്ടെത്തും. എന്താ പുള്ളി ഇന്ന് ഇങ്ങനെ പ്രസംഗിച്ചേ? പണ്ടില്ല എങ്ങനെ പ്രസംഗിച്ച, അയ്യോ ഇതെനിക്കുള്ളതാണ് ഞാൻ ഏറ്റെടുക്കും. ഇപ്പൊ മാറും അല്ലേ? മാറും അല്ലേ? അല്ലേ അല്ലേ? ഉപായം, ചതി. മനസ്സിലാകുന്നോ? സൂക്ഷിക്കണം. ഏറ്റവും പുറത്തുള്ള നരകത്തില് ഇതുവരെ വെളിച്ചമല്ല, സ്വർഗം മൊത്തം വെളിച്ചമാണ്. നരകത്തിൽ ഇരുട്ടാ. ഈ ഇരുട്ടെന്ന് പറഞ്ഞാൽ ചിലര് വിചാരിക്കുന്നത് ഇരുട്ടാണോ?
അത് എന്നെ എനിക്കിഷ്ടം. ഉറങ്ങാനുള്ള ആരും എന്നെ ശല്യപ്പെടുത്തില്ല. ചിലർക്ക് ഈ വെളിച്ചം ഇഷ്ടമല്ല, ഉറക്കത്തിൽ തടസ്സം. അതുകൊണ്ട് നമ്മൾ വല്ലതും ചെയ്താലും മറ്റുള്ളവരത് കാണും. ഇരുട്ടാണെങ്കിലോ ആരും കാണേയില്ല, പരമസുഖവും. നിങ്ങൾ വിചാരിക്കുന്ന സൈസ് ഇരുട്ടല്ല കേട്ടത്. ഈ നരകത്തിലെ ഈ മുറി തിരിക്കാൻ, സെല്ല് തിരിക്കാൻ തമ്പുരാനെ കരിങ്കല്ലിറക്കി അല്ലെങ്കിൽ കോൺക്രീറ്റ് ബുദ്ധിയൊന്നും ഇതുപോലെ കെട്ടാനുള്ള സൗകര്യം. അതുകൊണ്ട് തമ്പുരാൻ ഇരുട്ടുകൊണ്ട് തന്നെ അവിടെ ബുദ്ധി കെട്ടിയിട്ടുണ്ടോ? ഒന്ന് വായിര് സൂത്രം. ഇതവിടെ നിർത്തിക്കും, ഇത് പിന്നെ വായിക്കാം. സൂത്രം സംഖ്യാപുസ്തകം അല്ല, പുറപ്പാട് ദിവസവും 10:21. പുറപ്പാട് 10:21. അപ്പോൾ യഹോവ മോശെയോട്, ആ ഇസ്രായേൽ ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ എങ്ങനത്തെ ഇരുള് സ്പർശിക്കത്തക്ക എന്ന് വെച്ചാൽ തൊട്ടാ ഇങ്ങനെ പിടിക്കാം. തമിഴിൽ അതൊന്ന് വായിക്കുക. തമിഴ് യാത്രാഗമം 10-ാം അധികാരം 21-ാം വസനം. സൂത്രം. അപ്പോഴും കർത്താവ് മോശെയെ നോക്കി തടവിക്കൊണ്ടിട്ട് മതി. രണ്ടും എങ്ങനത്തെ ഇരുള്? തടവി നോക്കിയാൽ കിട്ടും. ഇതുപോലെ പിടിച്ചാൽ കിട്ടും. പിടിച്ചാൽ ഇതുപോലെ കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ ഇരുട്ടിനെ പിടിച്ചാൽ കിട്ടുമോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ കോൺക്രീറ്റ് ഭിത്തിക്ക് പകരം ഇരുട്ട് കൊണ്ടാണ് തമ്പുരാൻ അവിടെ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. കൊള്ളാം കേട്ട പരിപാടി. മനസ്സിലാകുന്നു? അത് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലാണ് അവർക്കുള്ള സ്ഥാനം. കല്യാണ വസ്ത്രം ഇല്ലാത്തവരും വസ്ത്രം നഷ്ടപ്പെട്ടവരും ഇല്ലാത്തവർ ധരിക്കണം. എവിടെയെങ്കിലും നഷ്ടപ്പെടുകയോ അഴിക്കാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സാക്ഷിയിൽ അത് മനസ്സിലാക്കി ഏറ്റെടുത്ത് കഴുകേണ്ടത് കഴുകിക്കൊള്ളണം. നഷ്ടപ്പെട്ടെങ്കിൽ അച്ഛനോട് കരഞ്ഞു വിളിച്ച് അത് പ്രാപിച്ചോണം. നിസ്സാരമായി ആരും വിചാരിക്കരുത് കേട്ടോ. വെളിപ്പാട് ദിവസവും 16-ാം അധ്യായം 15-ാം വാക്യം. മറ്റൊരാൾ വെളിപ്പാട് ദിവസം 3:15 മുതൽ 17 ഒരു വേഗം. കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. നഗ്നത കാണരുത്. തുണിയില്ലെങ്കിൽ എന്തോ ഉണ്ടാവും, നഗ്നത കാണും. ഇത് ദൈവമക്കളോട് ഞാനൊരു ദൂതും കൂടെ പറയട്ടെ. ലോക മക്കൾ നടക്കും പോലെ ദൈവമക്കൾ നടക്കരുത്. ശരീരം മറയ്ക്കേണ്ടിടം മറച്ച് യോഗ്യമായ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കും. യോഗപ്രകാരം നഗ്നത കാണരുത്, ലജ്ജ കാണരുത്. യോഗ്യമായ വസ്ത്രങ്ങൾ ധരിച്ച് സഹോദരിമാരായാലും സഹോദരന്മാരായാലും ലൂസ് ഉണ്ടാക്കേണ്ട ഭാഗത്ത് ലൂസുകൾ വേണം. മനസ്സിലാവുന്നുണ്ടോ? സഹോദര, നമുക്കിന്ന് ആവശ്യത്തിന് നീളത്തിനൊക്കെ എടുക്കേണ്ട തുണി വാങ്ങിക്കാനുള്ള പൈസയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോകം കയറ്റി മേലെ കൊണ്ടുവരുമ്പോൾ നമ്മൾ കയറ്റി കൊണ്ടുവരുന്നത് ഇറക്കി കൊണ്ടുവരണം. ദൈവസേന വരുമ്പോഴും മാന്യമായ വസ്ത്രം ധരിച്ച്, ദിവസത്തിൽ ഒരു പ്രയോഗം ഞാൻ പറയാം, യോഗ്യമായ വസ്ത്രം. നമ്മളിപ്പോഴും ആരുടെ മുമ്പിലായിരിക്കുന്നത്? ആർക്ക് പറയാം? ആരുടെ മുമ്പിൽ? സർവശക്തനായ മുമ്പിലാണ്. നമ്മളിവിടെ മാന്യനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് ഇരുന്ന് പറയുന്നത് കേൾക്കാനും നമ്മൾ അങ്ങോട്ട് പറയാനും വേണ്ടി പോകുമ്പോൾ നമ്മൾ അങ്ങനെ പോകും. ഒരു ലുങ്കി എടുത്തെടുത്ത് ഒരു അടിക്ക ടീഷർട്ട് ഇട്ട് ഇങ്ങനെ വളരെ അങ്ങോട്ട് ചെല്ലുവോ? നമ്മൾ കല്യാണത്തിന് പോകുമ്പോഴാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് യോഗ്യമായിട്ട് അങ്ങോട്ട് ചെല്ലും. ആരാധനയ്ക്ക് വരുമ്പോഴേ ഒരു കോമാളി വേഷം ഇട്ടുകൊണ്ട് ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് അത് വേഷമൊന്നും പറയണേ. സോദരം ഒരു കാര്യം വളരെ കാട്ടിയെന്ന് അവിടെ ആരുടെ മുമ്പിൽ ഇരിക്കുന്നത്? നമുക്ക് ഇതിന് കൂടിയ ഒരാൾ നമുക്കുണ്ടോ? അപ്പൊ ഈ ആളിന്റെ മുമ്പിൽ അദ്ദേഹം പറയുന്നത് കേൾക്കണം. നമ്മൾ അങ്ങോട്ട് പറയാനുള്ള പറയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത്. എന്ത് ഡീസന്റ് ആയിട്ട് വന്നിരിക്കണം. കേൾക്കുന്നുണ്ടോ?
സ്വതന്ത്രം. അതുകൊണ്ട് ലോകം നടക്കുമ്പോൾ നടക്കരുത്, ലോകം ജീവിക്കുമ്പോൾ ജീവിക്കരുത്, ഈ കാണുന്ന പരസ്യം പോലത്തെ വേഷങ്ങൾ കെട്ടരുത്. നമ്മുടെ പിള്ളേർക്ക് യോഗ്യമായ വസ്ത്രങ്ങൾ ധരിക്കണം. നിങ്ങളുടെ കാശിന് മക്കൾക്ക് തുണി വാങ്ങിച്ചു കൊടുക്കുന്ന കാലത്ത് യോഗ്യമായി ശരീരം മറയ്ക്കത്തക്ക ലൂസുള്ള മാന്യമായ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത കാലം വരുമല്ലോ, അവിടെ പൈസയ്ക്ക് നടക്കുന്ന കാലം. ആ കൂട്ടുകാരെ അത് ഇടയ്ക്ക് ഒരാളെ പറഞ്ഞു, പാസ്റ്റേ ഇത് തന്നെ അവർക്ക് മതിയെന്ന്. ഞാൻ ചോദിച്ചു, ആര് പൈസ കൊടുത്തത്? അത് ഞാൻ തന്നെ കൊടുത്തത്. നീ പൈസ കൊടുക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളല്ലേ അവരിടാമത്. എല്ലാവരും കേട്ട് വേണമെന്ന് വിചാരിക്കുന്നു അല്ലേ? ചിലപ്പോൾ എന്നോട് ദേഷ്യം നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ എന്നെ ചിത്രത്തിൽ ഞാൻ കുഴപ്പമൊന്നും കേട്ടു. ഞാനിത് കേൾക്കാൻ വേണ്ടി എന്നെ നടക്കുന്ന ഒരു ഉപദേശിയാണ്. ഇത് പറയാൻ ആരെങ്കിലും വേണ്ടേ? ആ, നിങ്ങളുടെ വാസ് പറഞ്ഞാൽ ഞാൻ എന്നോട് ദേഷ്യം പറഞ്ഞു. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം കൊണ്ടാലും കൂടെ പോകുന്നില്ല, ഞാൻ ഇങ്ങനെ ദേഷ്യം. നമുക്കൊരു കാര്യമാണ്, നിത്യതയിൽ പോകണം. എവിടെ പോകണം? നിത്യതയിൽ പോകണം. അതിനുവേണ്ടി നിങ്ങൾ എന്നെ രണ്ട് വഴക്ക് പറഞ്ഞ ആരും വേണ്ടി പോയാ ഒരുപാട് ദിവസവും ലജ്ജ കാണരുത് കേട്ടാ, ലജ്ജ കാണരുത്. സ്വതന്ത്രം, മാന്യമായ വസ്ത്രധാരണം ഇവിടെ ഉണ്ടാകണം. നീതിപ്രവൃത്തികളെന്ന ദൈവമക്കൾക്ക് ഉചിതമായ പ്രവൃത്തികൾ ചെയ്ത് ദൈവമക്കളുടെ ലജ്ജ വെളിവാകാതെ മറച്ചു നടക്കണം. ഒരുപാട് 3-ാം അധ്യായം 15 മുതൽ 17 വരെ എഴുതുക. അറിയുന്നു നീ നല്ല വിശ്വാസിയല്ല, പരമദുഷ്ടനുമല്ല. കൊള്ളാം. അടുത്ത് ഉന്നൊക്കെ വായിക്കോ, കാര്യമൊക്കെ എങ്ങനെയാണെങ്കിലും നീ ഒന്നുകില് പരമദുഷ്ടനോ അല്ല ഒരു നല്ല വിശ്വാസിയോ ആയിരുന്നെങ്കിൽ അടുത്ത ചിലർ രക്ഷയുടെ ജ്ഞാനപ്പെട്ട അഭിഷേകവും പ്രാപിച്ചെന്നും പറയണം. ഇവിടെ വന്നാൽ കല്ല് പോലെ ഇരിക്കും. ചിലർ ഞങ്ങൾ കുനിഞ്ഞിരുന്ന് പറയും, എന്തൊരു വേണമെങ്കിലും പറഞ്ഞു, ഇവിടെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എനിക്ക് തോന്നും പിന്നെ ഞാൻ വന്നേ ഉള്ളൂ. കൂടുതൽ വെള്ളം പറഞ്ഞാൽ എനിക്കെന്തില്ല. ഓ മക്കളെ, ഈ കളിയൊക്കെ ആരോടാണ്? നമ്മൾ ഈ പുസ്തകവുമായി ഇറങ്ങി തിരിച്ചില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ആകുന്നിടത്തോളം വിശുദ്ധിയിൽ ജീവിച്ച് വിശ്വസ്തരായി ദൈവരാജ്യത്തിൽ പോകാൻ വേണ്ടി ഓരോ ദിവസം ഒഴുകിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്നോ? ഹല്ലേലൂയ. അടുത്ത പോകാൻ വൈകും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും ഒന്നില്ല. മുട്ടുവല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മളിത്തിരി കരഞ്ഞു വിളിച്ചൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ പ്രാർത്ഥനയൊക്കെ വളരെ ഡീസന്റ് പ്രാർത്ഥനയാണ്. കർത്താവേ ഞാൻ വന്നിരിക്കും, കർത്താവേ നീ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നേക്കണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, തന്നേക്കണം. എന്താ കാര്യം? നമുക്ക് എന്തില്ല, മുട്ടില്ല. മുട്ടുണ്ടായിരുന്നെങ്കിലോ ദൈവസനയില് കരഞ്ഞ് വിളിച്ച് കണ്ണീരൊലിപ്പിച്ച് പിന്നിപ്പൊട്ട് ദൈവസനയില് നമ്മൾ കുഞ്ഞിനെ പോലെ. നമ്മുടെ ആത്മീയ നിലവാരം അങ്ങനെയാണ്. സ്തോത്രം. ആത്മീയത്തിൽ നമ്മളെല്ലാം സമയം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അറിഞ്ഞൂടെ? ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോഴേ നിങ്ങൾക്കറിയാം ഇതിലൂടെ കൂടെ പോകും. കാരണം അത്രയ്ക്ക് കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ട് വിളിക്കുക 1000 പ്രസംഗം, ഇങ്ങോട്ട് വിളിക്കുക 10,000 പ്രസംഗം. നമുക്കറിയാം
ഇടയ്ക്ക് ഒരാളിനോട് പറഞ്ഞത്, ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, എന്നാൽ പഠിച്ചവന്മാരെക്കാളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും ഒട്ടില്ല. അടുത്ത എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭയജ്ഞാനം അയ്യോ, ഇതെല്ലാം പറയുമ്പോ തന്നെ ദൈവസേനയിൽ നീ ആരാ? പദങ്ങൾ ശ്രദ്ധിച്ചോണം. ഭാഗ്യവാനും അരിഷ്ടനും എന്തോ അരിഷ്ടനും അരിഷ്ടന് തമിഴിൽ കൊടുത്തിരിക്കുന്നത്. പരിഗണിക്കപ്പെട്ടു. അയ്യോ, ഇതിനപ്പുറം എന്ന് പോലെ പരിഹരിക്കപ്പെട്ടവൻ. അയ്യോ, കഷ്ടമായി പോയപ്പോ. അടുത്ത ദരിദ്രനും എന്തുമായിട്ടിരിക്കുന്ന ദരിദ്രൻ ആത്മീയ വിഷയത്തിൽ നീ ഇപ്പൊ ആരാ? ദരിദ്രൻ ഒന്നും കയ്യിലില്ല, ഒന്നുമില്ല. കുറെ പഠിച്ച കാര്യങ്ങൾ അറിയാം, ബാക്കി ഒന്നും കയ്യിലില്ല. അടുത്ത ദരിദ്രനും കുരുടനും എന്തോ കുരുടൻ അയ്യോ, അതിനെനിക്ക് കണ്ണൊക്കെ കാണാം, കണ്ണാടിയും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ കുരുടൻ ദർശനമൊക്കെ ഒരുപാടൊക്കെ പോയി. സ്തോത്രം. ഇപ്പൊ പിന്നെ യന്ത്രം പോലെ വരുന്നു, യന്ത്രം പോലെ പോകുന്നു. കഴിഞ്ഞ ആഴ്ചയിലും വന്നു, 2 പാട്ട് പാടി, അവസാനത്തെ പാട്ട് താളം തെറ്റി ചടിച്ചു, ഒന്ന് കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച പ്രൈസ് ദി ലോർഡ്. അന്ന് എന്നെ സംഭവം. ഹല്ലേലൂയ. കുരുടന് കൂടുതലൊന്നുമില്ല, കണ്ടതല്ലേ? ഇവിടെ തന്നെയല്ലേ എന്റെ സീറ്റല്ലേ? ഇന്നെവിടെ വീട്ടിൽ വിധിയനല്ലേ? ആ, ഓക്കെ. ഞായറാഴ്ച എവിടെ? അവിടെ. ആദ്യം നല്ലല്ലയോ? ആ, അടുത്ത ഭക്തനും നല്ലതായിട്ട് നമ്മൾ ധരിച്ചിട്ടുണ്ടല്ലോ. ദൈവം നോക്കുമ്പോ എന്താ ഉടുക്കേണ്ടതെല്ലാം ഉടുത്തിട്ടില്ല, വസ്ത്രങ്ങളെല്ലാം ഇല്ല. സ്തോത്രം. നീതിപ്രവൃത്തികളുടെ വസ്ത്രം ഇല്ല, ആത്മീയന് ചേരുന്ന വസ്ത്രങ്ങളില്ല. ഹല്ലേലൂയ. ദൈവം നോക്കുമ്പോൾ സ്തോത്രം അഗ്നിരായി വെക്കുക. ആ, അഗ്നിനും നീ അറിയാതിരിക്കുക, നീ ആഗ്രഹിക്കുന്നത് പോലെ സമ്പന്നനാകേണ്ടതിന് ഈ ഊതിക്കഴിച്ച പൊന്നും പൊന്നു വാങ്ങിക്കണം. എന്തോ വാങ്ങിക്കണം? ഇതൊക്കെ വിവരിക്കാൻ സമയം വേണം. എന്തോ വാങ്ങിക്കണം? ഈ ഊതിക്കഴിച്ച പൊന്നും പൊന്ന്. ഊതി കഴിച്ച പൊന്ന്. നമ്മളിപ്പോ ഊതി കഴിക്കാത്ത പൊന്നുകളും കൊണ്ട് നടക്കുകയാണ്. ഊതി കഴിച്ച പൊന്നേതാ? ദൈവത്തിന്റെ വചനം. കേട്ടാ? ഇന്ന് രാത്രി അങ്ങോട്ട് കേൾക്കുക. ഊതി കഴിച്ച പൊന്ന് എടുത്തോണം. കേട്ടാ? വാങ്ങിച്ചോണം. ഇത് വാങ്ങിച്ചോണം. പക്ഷെ ഇതിവിടെ ചുമ്മാ വിടുകാന്ന് പറഞ്ഞിട്ട് ആരും വരില്ലല്ലോ. മറ്റേ പൊന്നിന് വേണ്ടി നമ്മൾ നടക്കുകയാണ്. അതുകൊണ്ട് ബ്യൂട്ടിക്ക് പോകുന്നവർ കട്ട് ചെയ്ത് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. സോദരം, ചിലർ മാറ്റിയെടുത്ത് എക്സ്റ്റെൻഡ് മാറ്റി തിരിച്ചൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അതിന്റെ ഗുണം അവർക്കുണ്ട്. ചിലരിന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിയുകയാണ്. എന്തെങ്കിലും കാരണം പറഞ്ഞു, എന്തെങ്കിലും കാരണം വന്നപ്പോ ലേറ്റായി, വീട്ടിൽ ചെന്നപ്പോ ശരിയായില്ല, വീട്ടിൽ കയറിയപ്പോഴും നടുവേദന വന്നു. മറ്റേതൊന്നും ബാധകമല്ലേ അതിന്? മറ്റേന് അതിനൊരു കാര്യമുണ്ട് കേട്ടോ. വയ്യെങ്കിലും ജോലിക്ക് പോയേ പറ്റൂ. എന്താ കാര്യം? ലീവില്ല, അല്ലേ? ലീവ് ഇല്ല. പിന്നെ അന്യകാര്യത്തിന് ഇഷ്ടം പോലെ ലീവുണ്ട്. അതുകൊണ്ട് എഴുതി കൊടുക്കുന്നതും സാക്ഷ്യം ചെയ്ത തന്നെ നമ്മൾ തന്നെ. പിന്നെ എന്തിനു പേടിക്കുന്നത്? ഇഷ്ടം പോലെ ലീവുണ്ട്. ശരി, സ്വോത്രം. ആ, വായിച്ചോ, വാക്കി. വെള്ളയുടുപ്പ് വിശുദ്ധമായ പ്രവൃത്തികൾ. വെള്ളയുടുപ്പ്. അപ്പൊ പൊന്നു വാങ്ങിക്കണം. ഏതാ? വചനം. വചനം കേട്ടിട്ട് എന്തോ ഉടുക്കണം. വെള്ളയുടുപ്പ്. അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി വിശുദ്ധിയിൽ വരണം. വെള്ളയുടുപ്പ്. അത് കഴിഞ്ഞിട്ട് അപ്പോ ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിന്റെ മുമ്പില് ഈ കണ്ണിലുള്ള വെള്ളയെല്ലാം ചെത്തിക്കളയണമെന്ന്, മഞ്ഞളിപ്പ്. അപ്പോൾ നിനക്ക് എന്തുണ്ടാകും? പഴയ ദർശനം വീണ്ടും ഉണ്ടാകും, ആദ്യ അനുഭവം ഉണ്ടാകും. ലേവം പുരട്ടെ. മനസ്സിലായവരല്ലേ പറയാം? സമയം മുമ്പോട്ട് ഞാൻ നിർത്തട്ട? അതോ അല്പസമയം കൂടെ കേൾക്കുന്നോ?
പ്രസംഗം തീർന്നില്ല. അല്പസമയം കൂടെ കേട്ടു. ആർക്കും പരാതിയൊന്നുമില്ലല്ലോ. ഓക്കെ. കാരണം ഞാനത് ചോദിക്കാൻ കാര്യം, ഞാൻ ഇവിടെ കിടന്ന് അരച്ചാലും നിങ്ങളുടെ മനസ്സങ്ങ് വീട്ടിൽ പോയെങ്കിൽ പിന്നെ പ്രയോജനമൊന്നുമില്ല. ഈ രൂപ ഇവിടെ വെച്ചിട്ട് എന്തോ ചെയ്യാനാണ്? അങ്ങനെ പ്രസംഗിച്ചിട്ട് എന്തിനാ വെറുതെ ഇവിടെ കൊണ്ടുവരുന്നത്? അതുകൊണ്ട് ഇരിക്കുന്നെങ്കിൽ ചൊവ്വ ഇരിക്കണം, ചൊവ്വ നേരെ കേൾക്കണം, മനസ്സോടെ ഇരിക്കണം. അപ്പോൾ നാലാമത്തെ സെല്ല് ഏതാ? കൈയും കാലും കെട്ടിയിടുന്ന ഏറ്റവും പുറത്തുള്ള. നമ്മുടെ കയ്യില് അവിടെ പോകാനുള്ള വല്ലതും ഉണ്ടെങ്കിൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ അത് നമുക്കവിടെ പോണ്ട. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അല്പസമയം ദൈവസന്നിധിയിലിരുന്ന് നിങ്ങളുടെ ബെഡിന്റെ താഴെ മുട്ടുമടക്കി ഈ കേട്ടതിനൊന്ന് ധ്യാനിക്കണം. സ്തോത്രം, സ്തോത്രം. ശരി, മടക്കുക. അഞ്ചാമത്തെ സെല്ല് കൈയും കാലും കെട്ടാതെ ഇടുന്ന ഇരുട്ടുള്ള സെല്ല്. കൈയും കാലും കെട്ടുന്നത് ഫ്രീയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 30-ാം വചനം. കൈയും കാലും കെട്ടാതെ ഇടുന്ന ഇരുട്ടുള്ള സെല്ല്. വളരാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവേ. കണ്ടോ, ഇവിടെ കൈയും കാലും കെട്ടിയില്ല. മറ്റവനും കൈയും കാലും കെട്ടിയിട്ടതിന് കാരണം ഇവിടെ അവന് കൈയും കാലും ഉണ്ടെങ്കിലും മര്യാദയ്ക്ക് അതുകൊണ്ട് നടന്നില്ല. പോകേണ്ടടുത്ത് പോയില്ല, പോയി കൂടാത്തടത്തൊക്കെ പോയി. ബെല്ലും ബ്രേക്കും ഇല്ല, നിയന്ത്രണമില്ലാതെ പോയി. അതുകൊണ്ടാണ് കൈയും കാലും കെട്ടിയത്. ഇവിടെ വലിയ നിയന്ത്രണമൊക്കെയാണ്. പക്ഷേ കൈയും കാലും കെട്ടാതെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുക. ആരാണ് ഇവിടെ പോകുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. ഈ സെല്ലിൽ വീഴുന്നത് ആരാണ്? ഇവിടെ ആരെയാണ് പറഞ്ഞുകൊടുക്കുന്നത്? താലന്ത് വ്യാപാരത്തിൽ പരാജയപ്പെട്ടു. താലന്ത് വ്യാപാരം അതിൽ പരാജയപ്പെട്ടു. ദൈവമക്കളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളെ എല്ലാവരെയും പാസ്റ്റർമാരാക്കി ദൈവം വെച്ചിട്ടില്ല. അപ്പോൾ തന്നെ നിങ്ങൾ ആരാ? 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വചനം. മറ്റൊരാൾ ഫിലിപ്പോസ് 5-ാം അധ്യായം 9-10 നിങ്ങളോ തന്റെ അത്ഭുതപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ നമ്മള് അങ്ങനെ ആക്കിയിരിക്കണം. രാജകീയ പുരോഹിത വർഗത്തിൽ നമ്മളെ പെടുത്തിയിരിക്കുക. ഫിലിപ്പോസ് 5-ാം അധ്യായം 9-10. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും. ഇപ്പൊ വായിക്കുന്ന പദങ്ങൾ. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി. നമ്മെ വിലക്ക് വാങ്ങി കുഞ്ഞാടി രക്തമുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. മതി. ഇത് മലയാളത്തിൽ രാജ്യവും പുരോഹിതന്മാരും എന്നാണ്, തമിഴിൽ കൂടി പറഞ്ഞു. യെസ്, അതാണ് കറക്റ്റ്. നമ്മെ ആരാക്കി വെച്ചു? രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. കേട്ടോ എല്ലാവരും? സ്തോത്രം. നമ്മളൊക്കെ ദൈവത്തിൽ ആരാണ്? സകല വിശ്വാസികളും ആരാണ്? രാജാക്കന്മാരും പുരോഹിതന്മാരും. എല്ലാവരും പാസ്റ്റർമാരല്ല, ഇടയൻ വേറെയാണ്. ഇടയനെ ഒരാൾ വിളിച്ചു, ശുശ്രൂഷ ഏൽപ്പിച്ചു, ആക്കി വെച്ചു. നിങ്ങളെ അങ്ങനെ ആക്കി വെച്ചെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, അല്ലെങ്കിൽ ആക്കി വെച്ച് ചെയ്തോട്ടെ. പക്ഷേ ബാക്കി എല്ലാവരും പുരോഹിതന്മാരാണ്. പുരോഹിതന്റെ ശുശ്രൂഷ എല്ലാവരും ചെയ്യും. മനസ്സിലായോ? നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനം ഇത് കേട്ടിട്ടില്ലാതെ അറിഞ്ഞിട്ടില്ലാതെ മറ്റുള്ളവരോട് പറയുവാൻ നമ്മെ പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുകയാണ്. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാമോ? ദൈവം പറയുന്നു, ശ്രദ്ധിക്കൂ,
യെസക്കേലിന്റെ പ്രവചനം 33-ാം അധ്യായം 11-ാം വാക്യം. യെസക്കേൽ 33:11. ദുഷ്ടന്റെ മരണത്തിലല്ല, എന്നാണ് ദൈവം തന്നെ കൊണ്ടാണേണ്ടത്? എന്തിനാ തന്നെ കൊണ്ടാണേണ്ടത്? തന്നിലും വലിയവൻ വേറെ ആരുമില്ല. അവിടെ തന്നെ കൊണ്ട് ആണേടുകയാണ്. എന്താണ്? ദൈവമില്ലാത്തവന്റെ മരണം എനിക്ക് ഇഷ്ടമല്ല, മാനസാന്തരപ്പെടാത്തവൻ മരിക്കരുതേ. സ്വത്രം. അടുത്ത ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെടാത്തവൻ അവൻ തന്റെ ദുഷ്ടവഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്ര എനിക്ക് ഇഷ്ടമുള്ളതെന്ന് ആ. യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഈ അരുളപ്പാട് ദൈവത്തിന്റെ ആലോചനയാകയാൽ, ദൈവത്തിന്റെ ഇഷ്ടമില്ലാകയാൽ ദൈവമക്കളെ 3-ാം അധ്യായം തന്നെ അതിന്റെ 7ഉം 8ഉം വായിച്ച ആദ്യ അധ്യായം 33-7-8. അതുപോലെ മനുഷ്യപുത്ര, ആ. ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നിന്റെ കുടുംബത്തിന് ഞാൻ കാവൽക്കാരനാക്കി വെച്ചിരുന്നു. രക്ഷപ്പെട്ടവരോട് പറയുക, നിന്റെ ദേശത്തിന് ഞാൻ കാവൽക്കാരിയാക്കി വെച്ചിരിക്കുന്നു, കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഞാൻ നിന്നെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. എല്ലാം കേട്ടോ? ആമേൻ. ദൈവകൃപയിൽ വന്ന ഓരോ ദൈവ പൈതലിനെയും ദൈവം അവിടെ കുടുംബത്തിൽ, അവിടെ ദേശത്തിൽ, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തോ ആക്കി വെച്ചിരിക്കുന്നു. അടുത്ത നീ എന്റെ വചനം വായിൽ നിന്ന് നീ എന്റെ വായിൽ നിന്നും വചനം കേട്ട് നീ എന്റെ വായിൽ നിന്നുള്ള വചനം കേൾക്കുകയും വേണം. ഈ പുസ്തകം ഇത് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. സ്നേഹിത, സഹോദരി, സഹോദര, ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് ദൈവത്തിന്റെ ദൂതുണ്ട് എന്ന് പറഞ്ഞ് ഈ വചനം അവനെ ഓർമ്മപ്പെടുത്തണം. നമ്മൾ ഉള്ള പരദൂഷണവും നാട്ടിലെ വൃത്തികെട്ട കാര്യങ്ങളും വലിയ ആളുകളോടൊക്കെ പറയുന്നേ, നമ്മുടെ സുഹൃത്തുക്കളോട് കാണുമ്പോഴൊക്കെ പറയുന്ന ഏതാ? നാട്ടുവർത്തമാനം, വേണ്ടാത്ത കാര്യങ്ങൾ. സ്വോത്രം. ഞാൻ പറയട്ടെ, സൗദിയോട് സൂചനം പറയാൻ ഞാൻ പറയുന്നില്ല, നിയമം ഉണ്ടെങ്കിൽ പറഞ്ഞേ. പക്ഷെ അല്ലാത്തവരുണ്ടല്ലോ. ഒരു വാക്ക് യേശുവിനെ കുറിച്ച് പറയാം, ഒരു വാക്ക്, നഷ്ടമല്ല, ഒരു വാക്ക് നീ പറയണം. പറയണം. അടുത്ത ഞാൻ ദുഷ്ടനോട് ആ ദുഷ്ട നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ മരിച്ച് നരകത്തിൽ പോകുമെന്ന് ഞാൻ എന്നോട് പറയുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരുവാൻ കൊള്ളത്തക്കവണ്ണം ആ നീ അവനെ നീ അവനെ പ്രബോധിപ്പിക്കണം. എന്റെ വചനം കേട്ടിട്ട് വായിച്ചിട്ട് നീ അവനെ പ്രബോധിപ്പിക്കണം. അടുത്ത് പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യ നിമിത്തം മരിക്കും. ആ ഗുണപ്പെടാത്തവൻ അങ്ങനെ മരിക്കും. അടുത്ത് അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്റെ അടുത്തിരുന്ന് ജോലി ചെയ്യുന്നവൻ യേശുവിനെ അറിയാതെ മരിച്ചാൽ അവന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. എന്ന് വെച്ചാൽ അവന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട് ഒരു തുണ്ട്, ഞാൻ യേശുവിനെ അറിയാതെ മരിക്കുന്നു. അപ്പോൾ അടുത്തിരുന്ന് ജോലി ചെയ്ത ആര്? ആരുടെ പേരാണെന്ന് എനിക്കറിഞ്ഞോളൂ. നിങ്ങളുടെ പേര് ആരുടെയെങ്കിലും നിന്നെ പിടിക്കും. മനസ്സിലായോ? അവന്റെ രക്തം ഒരുത്തൻ തൂങ്ങിച്ചെത്തു. ഞാൻ ചാകാൻ കാരണം മത്തായി ആണെന്ന് എഴുതി അവന്റെ പോക്കറ്റ് കിട്ടുന്ന മത്തായി എവിടും അവിടുത്തെ സർക്കാർ. ഇവിടെ ഓരോരുത്തരോട് ആലോചിക്കുകയാണ് ചെയ്യുക. ചിലരുടെ കാര്യം ഞാൻ ജോലി ചെയ്യാൻ വന്നത്, ഞാൻ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നത് അത് എൻ്റെ ആവശ്യമാണ്. സൗകര്യം വന്നത് ഞാൻ വന്നത്, ഞാൻ ജോലി ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് എല്ലാം എൻ്റെതാണ്. സ്വതന്ത്രം. എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിനൊരു പദ്ധതി, ഒരു ഉദ്ദേശമുണ്ട്. നിനക്കൊരു തൊഴിൽ തന്നെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ഇതിനൊരു കൂട്ടായ്മയെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്നവർ മാത്രമേ. ശരി, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇനി അടുത്ത് യെസക്കേൽ 3:17 വായിക്കും. പെട്ടെന്ന് വായിക്കും. യെസക്കേൽ 3:17. യെസക്കേൽ മനുഷ്യപുത്ര, ഞാൻ നിന്റെ ദേശത്തിന് ഞാൻ നിന്നെ കാവൽക്കാരനായി വെച്ചിരിക്കുന്നു. അടുത്ത എന്റെ വായിൽ നിന്നുള്ള വചനം കേട്ടും എന്റെ പുസ്തകത്തിലെ നിയമങ്ങൾ വായിച്ചും ഞാൻ പറയുന്നെന്ന് പറഞ്ഞ് നീ അവരോട് പറയണം. കേട്ടോ? കേട്ടോ? ഞാൻ പറയുന്നെന്ന് പറഞ്ഞ് നീ അവരോട് പറയണം. അടുത്ത നീ ഇങ്ങനെ ജീവിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞാൽ ലോകത്തിന് മരണമല്ല. ഏത് മരണം? 2ാം മരണം, നിത്യ നരകം. നീ ഇങ്ങനെ ജീവിച്ചാൽ നരകത്തിൽ പോകുമെന്ന് നീ അവരോട് പറയണം. അടുത്ത നീ അവനെ ഓർപ്പിക്കുകയോ ക്രിസ്തുവിനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, പാപി തന്റെ പാപത്തിൽ മരിക്കും. അടുത്ത അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. മനസ്സിലാകുന്നുണ്ടോ അല്ലേ? എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഒറ്റ പ്രാവശ്യം പോലും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോട് പറയുന്നത്?
ഇന്ത്യ നമ്മുടെ ദേശം. അവർ യേശുവിനെ കൂടാതെ മരിച്ചാൽ ഇന്ത്യക്കാരായ ദൈവമക്കളെ നമ്മളോട് ദൈവം ചോദിക്കും. അതിനാ അങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ഭാഷ പോലും അറിയാതെ ഞങ്ങളൊക്കെ അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, സ്തോത്രം, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. മനസ്സിലായോ? Praise the Lord. Amen. ഇനി ഞാനൊരു കൊച്ചു ചോദ്യം കൂടെ ചോദിക്കും. ഒരു വിശ്വാസി, ഒരു ദൈവവൈദ്യൻ, ഒരു ദൈവമെന്ന സഹോദരൻ നിമിത്തം മിനിമം എത്ര പേര് യേശുവിനെ അറിയണം? സഹോദരിമാർ പറഞ്ഞു, നിങ്ങളുടെ സമയം കഴിഞ്ഞു. സഹോദരിമാർ പറഞ്ഞു 1000 പേരറിയണം. ഇയ്യോബിന്റെ പുസ്തകം 33:23. ഇയ്യോബിന്റെ പുസ്തകം 33:23. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് പറഞ്ഞു. പക്ഷേ മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടത്, അവൻ ചെയ്യേണ്ട ധർമ്മം അവനെ അറിയിക്കണവന് 1000 ഒരുത്തനായി, 1000 പേർക്ക് ഒരുത്തനായി മധ്യസ്ഥനായ ഒരു ദൂതൻ, മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ, അവന് വേണ്ടി ഉണ്ടെന്ന് വരികിൽ എന്ന് പറഞ്ഞാൽ അവന്റെ ധർമ്മം അവനോട് അറിയിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ ചെയ്യേണ്ട കാര്യം അവനെ അറിയിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. 1000 പേർക്ക് ഒരു മധ്യസ്ഥൻ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും 1000 പേരുടെ പ്രതിനിധികളാണ്, 1000 പേരുടെ ഉത്തരവാദികളാണ്. ഇപ്പൊ എത്ര പേരോട് പറഞ്ഞേ? ഇത് കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ അറിഞ്ഞു കേട്ട. അതുകൊണ്ടാണ് അവര് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേര് ഉയരുന്നു. ഒരു തുള്ളി ചോര ചിന്തിയാൽ 1000 പേരെ രക്ഷപ്പെടുത്താവുന്ന അവർ പറഞ്ഞു. അവരുടെ വിശ്വാസം കൊണ്ടുവരാമെന്ന്. നമ്മുടെ കർത്താവ് ജീവനെ നമുക്ക് വേണ്ടി തന്നു. സ്തോത്രം. നമുക്ക് ആ വേദന ഉണ്ടോ? സ്തോത്രം. സ്തോത്രം. 1000 പേരുടെ പ്രതിനിധികളാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പിയാരും പോകരുത്. പോയാൽ കണക്ക് ചോദിക്കുന്ന ഒരുത്തനുണ്ട്. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയാമോ? ഇവർക്ക് ഞാൻ സമ്മേളിക്കുന്നത് അടുത്ത 2 കാര്യം ഞാൻ ഒറ്റ വാക്കിലൊക്കെ പറഞ്ഞു നിർത്താം. അടുത്ത സെല്ല് അഗ്നി കടലാണ്. അഗ്നി കടൽ പൊതുവെ അഗ്നിയാണ്. പക്ഷെ ചില ഭാഗത്ത് അഗ്നി കടലുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ആശുപത്രിയിലൊക്കെ ജനറൽ വാർഡുമുണ്ട്. ചില ഭാഗത്ത് കേബിൾ പോലെ ഒരു ചെറിയ റൂമൊക്കെ തിരിച്ചിട്ടുണ്ട് എന്ന പോലെ നരകത്തിന് പൊതുവെ അഗ്നിയാണ്. ചില ഭാഗത്ത് ഭയങ്കര ആഴമുള്ള അഗ്നി കടലുണ്ട്. സ്തോത്രം. വായിക്കൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം 18:8-9. പറയുന്നത് യോഗ്യനാണ്. അടുത്ത് അവന് വിവരമില്ലെന്ന് പറഞ്ഞാലോ ന്യായാധിപസഭയിൽ മുമ്പിൽ നിൽക്കേണ്ടി വരും. അടുത്ത് അവന് വിവരമില്ലെന്ന് പറഞ്ഞാലോ അഗ്നിക്കടൽ. 18:8-9. കയ്യോ കാലോ വെട്ടി എറിയണം. 2 കൈയും കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ അഗ്നിക്കടൽ. അടുത്ത് വീഴുന്നതിനേക്കാൾ അമംഗീയനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. അടുത്ത് നിന്റെ കണ്ണ് നിനക്ക് ഇറച്ചിയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ അടുത്ത് ഒറ്റ കടലായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന്. ഈ ചെറിവിൽ ഒരുത്തിനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളേ. നരകത്തില് അഗ്നിക്കടൽ എന്ന ഒരു സിദ്ധം. ഇവിടെ പോകുന്നവരാണെന്ന് അറിയാമോ? മറ്റുള്ളവരെ വിമർശിക്കുന്നവർ, താനാണ് ശരിയെന്ന് ചിന്തിക്കുന്നു. മനസ്സിലായോ? ചില ആളുകളുണ്ട് എല്ലാവരെയും അങ്ങ് വിമർശിക്കും. അവനോ അവളോ ആ കൂട്ടായ്മ ആ ഉപദേശം മറ്റെല്ലാരും മോശം. ഇവിടെ ആകെ കൂടെ ശരിയുണ്ടെങ്കിൽ ഞാൻ മാത്രമേ. ഈ ചിന്താഗതി ഒരുത്തന്റെ അകത്ത് കയറിയ വിമർശന ആത്മാവ്, മറ്റുള്ളവരെ കൊച്ചാക്കുന്ന ആത്മാവ്, ഞാനാണ് ശരിയെന്ന് വിചാരിക്കുകയും എന്റെ ജനീക താല്പര്യങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യും.
ഞാൻ ശരിയെന്ന് പറയുമ്പോൾ തന്നെ എന്റെ ശരി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ശരിയാ. മനസ്സിലായോ? ഇവർക്കുള്ള സ്ഥലം എവിടെയാണ്? അക്കിനി കടൽ. ഈ അക്കിനി കടൽ എന്ന് വെച്ചാൽ നിങ്ങളുടെ വിചാരം എന്തുവാണ്? അതെങ്ങനെ ഇരിക്കുന്നതാണ്? വെള്ളം നിറയ്ക്കാൻ എത്ര ഡിഗ്രി ചൂട് മതി? 100 ഡിഗ്രി. വിറക് കത്താൻ എത്ര ഡിഗ്രി ചൂട് വേണം? 600 ഡിഗ്രി ചൂട് വേണം. മനുഷ്യന്റെ ശരീരം വേവിച്ച് കത്തിച്ച് ചാമ്പലാക്കാൻ എത്ര ഡിഗ്രി ചൂട് വേണം? 750 ഡിഗ്രി ചൂട് വേണം. പാറക്കല്ലുരുക്കി സിമന്റ് ആക്കാൻ, പൊടിയാക്കാൻ എത്ര ഡിഗ്രി ചൂട് വേണം? 900 ഡിഗ്രി ചൂട് വേണം. നരകത്തിൽ ഏറ്റവും കുറഞ്ഞത് 50,000 ഡിഗ്രി ചൂടെങ്കിലും. അപ്പൊ പെട്ടെന്ന് തന്നെ ചാമ്പലാവുമല്ലോ. എളുപ്പമുണ്ടല്ലോ. ചാമ്പലാവില്ല. ചാമ്പലാകാതെ സൂക്ഷിക്കുന്ന ഒരു ഔഷധം നരകത്തിലിട്ടുണ്ട്. ഏതാ? ഗന്ധകം. നരകം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് മെഡിക്കൽ പരമായിട്ടാണ് കേട്ടാ. എത്ര ചൂട് കൂടിയാലും അവിടെ എന്ത് ചെയ്യില്ല, ചാമ്പലാവില്ല. അനുഭവിച്ചുകൊണ്ട് കിടക്കാം. എന്തോ കടല്? അഗ്നിക്കടൽ. എങ്ങനെ ഇരിക്കും അല്ലേ? ഇവിടെ ചൂട് കൂടുമ്പോ പെടുന്ന പാടറിയാനല്ലേ? അഗ്നിക്കടൽ. മറ്റുള്ളവരെ വിമർശിക്കുകയും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കും. നമ്മളാണ് ശരിയെന്നത് തോന്നുന്നു. അവർക്കുള്ള സെല്ല്. ഇനി അടുത്ത സെല്ലും കൂടി എളുപ്പത്തിലൊക്കെ പറയട്ടെ. ഇരട്ടിച്ച നരകം. എന്തോ ഇതിന്റെ പേര്? ഇരട്ടിച്ച നരകം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. മറ്റുള്ളവർക്ക് സ്വർഗം നിങ്ങൾ അടയ്ക്കുന്നു. അടുത്ത് നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. അടുത്ത് അവിടെ വ്യക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരും വേണ്ടവരെ നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ പിതാമാരുടെ വീടുകളെ വിഴുങ്ങുകയും വായരൂപേ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരുത്തനെ മരത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു. അതിന്റെ അർത്ഥം ഇരട്ടിച്ച നരകം. ഇരട്ടിച്ച നരകം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവൻ ഗുണപ്പെടാതിരുന്നു. അപ്പോഴവൻ വാസ്തവത്തിൽ എവിടെ പോവും? നരകത്തിൽ പോവും. പക്ഷേ അവനെ വിശ്വാസി കൊണ്ടുവന്നു. നമ്മുടെ ചില കയ്യിലിരിപ്പുകളും ആ പുതിയ ആളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ പഴയ ആളുകളുടെ ചില വർത്തമാനങ്ങളും രീതികളും സ്വഭാവങ്ങളും കണ്ടപ്പോൾ, അവന്റെ നേരെയുള്ള പെരുമാറ്റം വന്നപ്പോൾ, നമുക്ക് വിശ്വാസത്തിന് ചേരാത്ത ശബ്ദം പ്രവൃത്തി നമ്മൾ ചെയ്തത് ആ പുതിയ ആൾ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? വിശ്വാസം വിട്ട് പോയി. വിശ്വാസം വിട്ടു പോയപ്പോൾ ഇപ്പോൾ അവനെ കിട്ടാനുള്ള നരകേതാണ്. അങ്ങനെയെങ്കിൽ അവനെ അങ്ങനെ ആക്കിയവന് കിട്ടുന്ന നരകേതാണ്. നിന്റെ വാക്കുകൊണ്ടോ നിന്റെ ഇടപാട് കൊണ്ടോ ഒരു വിശ്വാസി ഇടറിപ്പോകരുത്. നിന്റെ സമീപനങ്ങൾ കൊണ്ട്, നിന്റെ ഇടപാടുകൾ കൊണ്ട് ആർക്കും ഒരു മുറിവുണ്ടായി ദൈവത്തിന് പോകരുത്. ദൈവത്തിലോട്ട് കൊണ്ടുവരിക, അല്ലാതെ ആരെയും ദൈവത്തിൽ നടത്തി വിടരുത്. ഒരു പുതിയ വിശ്വാസിയോ പുതിയ ആളോ നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ മറ്റു വർത്തമാനം പറയുന്നവർ അവനിത് കേട്ടാൽ കൃപയിൽ അകത്തു വരുമോ പുറത്തു പോകുമോ എന്നുള്ളത് ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. ബലഹീന വിശ്വാസി ഇരിക്കുമ്പോൾ അവന്റെ വിശ്വാസത്തിന് ക്ഷീണം വരുത്തുന്ന ഒന്നും നിങ്ങൾ സംസാരിക്കരുത്. കേട്ടോ? ഒരു ദിവസം എന്താ പറഞ്ഞേ? ഒരു ഇടറി പോകുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, മാംസം ഇനി കഴിക്കൂല. ഞാൻ മാംസം കഴിക്കുന്നുണ്ട്. ഒരു ഇടറുമെങ്കിൽ വേണ്ട. കണ്ടോ? വായടക്കേണ്ടടുത്ത് വായടച്ച് മര്യാദയ്ക്കൊക്കെ ഇരുന്നോണം. അല്ലെങ്കിൽ അവനെ ഇരട്ടിച്ച നരകത്തിൽ പോകും. അവനെ അവിടെ കൊണ്ടെത്തിക്കുന്ന നീ അവിടെ പോകും. സൂക്ഷിക്കണേ. എന്ത് തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ട്? ചുമ്മാ ഒന്ന് പോവാക്കോ? സ്വർഗത്തില് പറ്റുമോ? പോണ്ടേ? സ്വർഗത്തില് പോണ്ടേ? ഇങ്ങനെ ഇരുന്നാ പോവോ?
സ്വതന്ത്രം. ഞാൻ എൻ്റെ വാക്കുകളോട് നടത്തുന്നു. നിങ്ങൾ ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്നു. വീട്ടിൽ ചെന്ന ഒരല്പസമയം ദൈവത്തെ ഓർത്ത് മുട്ടുമടക്കി അപ്പച്ചനോട് സംസാരിക്കണം. കർത്താവേ, ഇന്ന് രാത്രി എൻ്റെ അവസാന രാത്രി എങ്കിൽ ഞാൻ ആ ഭയങ്കരമായ നരകത്തിലെ സെല്ലുകളിൽ പോകുന്നവരാരാണെന്ന് ഞാൻ കേട്ടു. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള വല്ല സ്വഭാവങ്ങൾ എൻ്റെ രാത്രി ദൈവസന്നിധി കണ്ണുനീരോടെ ഏറ്റുപറയേണ്ടത് ഏറ്റുപറയുവാൻ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാൻ, ഭയം ഉള്ളവരായി തീരുവാൻ, മത്സരങ്ങൾ മാറ്റുവാൻ, കഠിനതകൾ മാറ്റുവാൻ, വിധി സ്വഭാവം മാറ്റുവാൻ, മറ്റുള്ളവരെ വിമർശിക്കുന്നത് മാറ്റുവാൻ. സ്തോത്രം. ഒരു ദൈവവൈതലിന് തികഞ്ഞ യോഗ്യത ഉണ്ടാകുവാൻ കുഞ്ഞാടിന്റെ കാന്തയായിരിക്കുവാൻ വിശുദ്ധിയുള്ളവരായി, നിർമ്മലതയുള്ളവരായി, പ്രാർത്ഥിക്കുന്നവരായി, ദൈവഭയമുള്ളവരായി, ഭക്തിയുള്ളവരായി, ഭജന വ്യവസ്ഥയിൽ ഉറച്ചു നിൽക്കുന്നവരായി, കൃത്യമായ ആരാധനയ്ക്ക് വരുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, ദൈവിക കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരായി തീരുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നു. എന്നെ ഏൽപ്പിച്ചതും ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ